ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. ഒരിക്കൽ അവൻ ഊമയായ ഒരു ഭൂതത്തെ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു. പുരുഷാരം ആശ്ചര്യപ്പെട്ടു. ഈ പകലിൽ പരിശുദ്ധാത്മാവിൽ അറിയണം, ചില ആശ്ചര്യങ്ങൾ ദേശത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ചില ഭവനങ്ങളുടെ മേൽ ദൈവം ചെയ്യാൻ പോകുന്ന ചില പ്രവൃത്തികൾ കാണുമ്പോൾ ചില ദേശത്തിനകത്ത് ചില ആശ്ചര്യം ഉളവാക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. വർഷങ്ങൾ കൊണ്ട് ഈ ഊമനായ മനുഷ്യൻ, ജന്മനാ ഊമനായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യൻ്റെ ഒരു പ്രത്യേകത നോക്കിയാൽ ഈ മനുഷ്യൻ്റെ മേൽ ഭൂതമുണ്ടെന്ന് ലോകർക്ക് അറിയത്തില്ല. എന്നാൽ അറിയുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, ഭൂതത്തെ അവൻ പുറത്താക്കി. ഭൂതം വിട്ടുപോയ ശേഷം ഊമൻ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അപ്പോൾ ജനത്തിന് വെളിപ്പെടാതിരുന്നത് ദൈവത്തിന് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ചില വെളിപ്പെടാതിരുന്നത് ഈ പകലിൽ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും. ചിലത് മറഞ്ഞിരുന്നു. ചിലതിൻ്റെ എല്ലാം ഈ ജീവിതത്തെ നമ്മൾ വെച്ച് വെക്കുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവിച്ചെന്ന് പറയുമെങ്കിൽ ഇന്ന് നമ്മൾ ചില കാഴ്ചകൾ പറയുകയാണ്. ഇത് ജന്മന ഊമനായ ഒരുവനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പാരമ്പര്യത്തിൽ വന്നിച്ച് പറയും, അവരുടെ മാതാപിതാക്കന്മാരുടെ ശാപം കൊണ്ടാകാം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില കൺസെപ്റ്റുകൾ നമ്മുടെ അകത്തു നിൽക്കുമ്പോൾ ആത്മാവ് വെളിപ്പെടുത്തി പറയുന്നു. ആത്മാവ് അതിനെ മാറ്റുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ചില വാതിലുകളെ ദൈവം തമ്പുരാൻ തുറക്കപ്പെടുവാൻ തുടങ്ങുക. ചില ശാപത്തിൻ്റെ മേഖലകളിൽ നിന്ന് ദൈവം ചിലരെ കൈപിടിച്ച്, മറ്റാത്മാവിനോട് ഇങ്ങനെ തന്നെ പറയുന്നത്, ചില വീണ് കിടന്നവരെ വീഴുകയല്ല, അവരെ കർത്താവിൻ്റെ കരത്താൽ ഉയർത്താൻ പോവുക. വീണ് പോയെന്ന് മനുഷ്യൻ പറയുന്നിടത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ഇന്ന് പകൽ ചെയ്യാൻ പോവുക. മനുഷ്യന്റെ വാദങ്ങൾക്ക് എതിരായി ദൈവരാജ്യത്തിന്റെ പദ്ധതി വെളിപ്പെടുന്നു. 15-ാമത്തെ വാക്യം. അവരിൽ ചിലരോ ഭൂതങ്ങളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ട് അവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. വേറെ ചിലർ അവനെ പരീക്ഷിച്ച് ആകാശത്തുനിന്ന് ഒരടയാളം അവനോട് ചോദിച്ചു. അവൻ അവരുടെ വിചാരം അറിഞ്ഞ് അവരോട് പറഞ്ഞത്, തന്നിൽ തന്നെ ഛിദ്രിച്ച് രാജ്യമെല്ലാം പാഴായി പോകും, വീട് ഓരോന്നും വീഴും. സാത്താനും തന്നോട് തന്നെ ഛിദ്രിച്ചു എങ്കിൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ബെൽസെബൂലിനെ കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുവല്ലോ. ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ ആരെ കൊണ്ട് പുറത്താക്കുന്നു? അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപതികൾ ആകും. 20-ാമത്തെ വാക്യം. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു സ്പഷ്ടം. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്ത് വ്യക്തതയോടെ അറിയേണ്ട വാക്കാണ് 20-ാമത്തെ വാക്യം പറയുന്നു. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു. ദൈവരാജ്യം നിങ്ങളുടെ സമീപം എത്തിക്കഴിഞ്ഞു. ആമേൻ. ഈ പകലിൽ നിങ്ങളുടെ അകത്തെഴുതി വെച്ചു, ചില അത്ഭുതങ്ങൾ ഈ ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുമ്പോൾ, ചില ദൈവപ്രവർത്തികൾ വെളിപ്പെടാൻ പോകുമ്പോൾ, അത്ഭുതകരമായ ദൈവം ചില പ്രവർത്തികൾ ചെയ്യുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറയാൻ, ചില നാളുകൾ കൊണ്ട് അടയപ്പെട്ട ചില മേഖലകൾക്കകത്ത് ദൈവം ചില പ്രവർത്തികൾ ചെയ്യാൻ പോകുമ്പോൾ ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിലെ ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോവുക. ദൈവരാജ്യത്തിന്റെ മഹത്വം ചില കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടും. ദൈവരാജ്യത്തിന്റെ കൃപ ഇന്ന് ചില തലമുറകളുടെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. ദൈവരാജ്യത്തിന്റെ ശക്തി പല മേഖലകളിൽ വ്യാപരിക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി കടഭാരങ്ങളെ മാറ്റുന്നതാ. ദൈവരാജ്യത്തിന്റെ ശക്തി ഇല്ലാത്തതിനെ ഉളവാക്കുന്നതാ. ദൈവരാജ്യത്തിന്റെ ശക്തി ഭൂതങ്ങൾ പുറത്തു പോകുന്നതാ. ദൈവരാജ്യത്തിന്റെ ശക്തി നന്മ വന്നു ചേരുന്നതാ. ദൈവരാജ്യ ശക്തി ഇല്ലാത്തത് ഉളവായി വരുന്നത്. യേശുവിന്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിനകത്ത് പിശാച് ബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, പിശാച് മുന്നോട്ട് ചലിക്കാൻ മേല വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അഴിക്കുന്ന ഒരു ദൈവശക്തി പറയുന്നു, ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്ന് കഴിഞ്ഞെന്ന് തന്നെയാണ്. അല്ലെങ്കിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ദൈവരാജ്യം ഇന്ന് പകലിൽ സമീപമാകാൻ പോകുക. എത്ര പേര് ആത്മാവിനകത്ത് നിറഞ്ഞു പറയും, ദൈവരാജ്യത്തിന്റെ ശക്തി നിങ്ങളുടെ ഭവനത്തിനകത്ത്, നിങ്ങളുടെ തലമുറയ്ക്കകത്ത് അത് വെളിപ്പെടുകയാണ്.
പറയുകയാണ്. യേശു പറയുന്നു, ഹല്ലേലൂയ, മനസ്സാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാ. ഹല്ലേലൂയ. പിശാചിന് ശക്തിയുണ്ടെങ്കിൽ അതിനെ തകർക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുകയാണ്, യേശു പറഞ്ഞ സുവിശേഷം അത് തന്നെയാണ്, മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പത്രോസ്, യോഹന്നാനും യാക്കോബും പൗലോസും അന്ത്രയോസും എല്ലാം ഒരുമിച്ച് വിളിച്ചു പറഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെടുവീൻ. ഇന്ന് പകൽ ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് പിശാചിന്റെ ചില ശക്തി കൊണ്ടാണ് നീ മുന്നേറാൻ നിന്നെങ്കിൽ, പിശാച് നിനക്ക് വേണ്ടി പിശാച് ചില ബന്ധനങ്ങളെ ഇട്ടുകൊണ്ടാണ് നിന്നെങ്കിൽ, ഇന്ന് ആത്മാവിനകത്ത് വിളിച്ചു പറയാം, ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുവാൻ തുടങ്ങുകയാണ്. ആത്മാവിനകത്ത് നിന്റെ നീ പറയും, നിന്റെ ബുദ്ധി കൊണ്ടല്ല, നിന്റെ കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ പിതാക്കന്മാർ അകൃത്യം കൊണ്ടോ എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിനക്ക് പറയുവാനുണ്ട്. പക്ഷെ അവിടെ ഒന്നുമല്ല ഞാൻ പറയാൻ നിൽക്കുന്നത്. നിന്നോട് ഇന്ന് സമീപമായി വരുന്നത് ഒരു ദൈവരാജ്യത്തിന്റെ ശക്തിയാണ്. അതിൽ വചനം ഇങ്ങനെ പറയുന്നത് നിങ്ങൾ നോക്കി അറിയാം. എന്ന ദൈവരാജ്യത്തിന്റെ ശക്തി കൊണ്ട് ഇന്ന് ആത്മാവിൽ എത്ര പേര് തിരിച്ചറിയും? ദൈവരാജ്യത്തിന്റെ ശക്തി കൊണ്ട് ഇന്ന് നാളുകൾ കൊണ്ട് അടയപ്പെട്ട ചില വാതിലുകൾ ദൈവരാജ്യം തുറക്കപ്പെടാൻ പോവുകയാണ്. ദൈവരാജ്യത്തിന് ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവരാജ്യത്തിന്റെ ശക്തി ഇന്ന് നിന്റെ ഭവനത്തിൽ വെളിപ്പെടും. ദൈവരാജ്യത്തിന്റെ ശക്തി നിന്നെ രോഗങ്ങളെ സൗഖ്യമാക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി പ്രതികൂലത്തെ മാറ്റും. ദൈവരാജ്യത്തിന്റെ ശക്തി ഇളകി വരുന്ന കടലിനെ അത് ശാന്തമാക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി അന്ധന്റെ കണ്ണിനെ തുറക്കും. ദൈവരാജ്യത്തിന്റെ ശക്തി മുടന്തനെ എഴുന്നേൽപ്പിക്കുക. ദൈവരാജ്യത്തിന്റെ ശക്തി നിനക്ക് പ്രതികൂലമായി നിൽക്കുന്നതിനെ ഇന്ന് പകലിൽ ദൈവം അനുകൂലമാക്കി മാറ്റും. ഇന്ന് പകൽ വിശ്വസിച്ചു, ദൈവം നിനക്ക് വേണ്ടി അവന്റെ കരം ചലിക്കപ്പെടുവാൻ പോകുകയാണ്. ദൈവരാജ്യത്തിന്റെ ശക്തി നെഗറ്റീവിനെ, ഇരുളിനെ മാറ്റുന്നത് ദൈവരാജ്യത്തിന്റെ ശക്തി. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? നന്മയെ തടയുന്നതാണ് പിശാചിന്റെ ശക്തി. ഊമനായിരുന്നവനെ ഊമനാക്കി നിർത്തിയത് ഒരു ഇരുട്ടിന്റെ അധികാരമാണെങ്കിൽ, വെളിച്ചത്തിന്റെ അധികാരം വന്നപ്പോൾ ഊമൻ സംസാരിക്കാൻ തുടങ്ങി. ബെഥേസ്ദയുടെ കുളക്കടവിൽ 38 ആണ്ട് കിടന്നവനെ സൗഖ്യമായപ്പോ അവൻ തുള്ളിച്ചാടിയെങ്കിൽ അത് ദൈവരാജ്യത്തിന്റെ പ്രത്യേകതയാണ്. ദൈവരാജ്യത്തെ ഇന്ന് പകൽക്കാലം അറിയണം. നീ പ്രതികൂലത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു ഇരുട്ടിന്റെ അധികാരമാണെങ്കിൽ, അതിനെ വിടുവിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശക്തി കൊണ്ട് ദൈവരാജ്യം വെളിപ്പെടുത്തുവാൻ പോകുകയാണ്. എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകൽക്കാലം കാണുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. പുറപ്പാട് പുസ്തകം അതിന്റെ 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശയോട്, നിന്റെ വടി നീട്ടി നിലത്തിലെ പൊടിയെ അടിക്കുക എന്ന് അഹരോനോട് പറക. അത് മിസ്രയീം ദേശത്ത് എല്ലായിടവും പേനായി തീരുമെന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. അഹരോൻ വടിയോടുകൂടെ കൈനീട്ടി നിലത്തിലെ പൊടിയെ അടിച്ചു. അത് മനുഷ്യരുടെ മേലും മൃഗത്തിന്മേലും പേനായി തീർന്നു. മിസ്രയീം ദേശത്തെങ്ങും നിലത്തിലെ പൊടിയെല്ലാം പേനായി തീർന്നു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ ആയതുപോലെ ചെയ്തു. മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ, ഇവിടെ നിങ്ങൾ അടിവര ഇട്ട് വേണേലും എഴുതി വെച്ചോണം, മന്ത്രവാദികളും തന്റെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല. മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേൻ ഉളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട്, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ അരുളി ചെയ്തിരുന്നത് പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ട് അവനവരെ ശ്രദ്ധിച്ചതുമില്ല. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിഞ്ഞു, ഒരു മന്ത്രവാദിക്കോ ഒരാഭിചാരക്കാരനോ ആർക്കും ചെയ്യാത്ത ചില പ്രവർത്തികൾ ഭവനങ്ങളിൽ വെളിപ്പെടും. എത്ര വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ ശബ്ദം കേട്ട മോശയോടും അഹ്റോനോടും പറയുന്നു, നിങ്ങളുടെ വടി കൊണ്ട് ആ ദേശത്ത് എന്ത് ചെയ്യാൻ പറഞ്ഞു? അവർ വടി നിലത്തിലെ പൊടിയെയെല്ലാം എന്ത് ചെയ്തു? പേനായി തീർന്നു. അടിച്ചപ്പോൾ എന്തായി തീർന്നു? പേനായി. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത നോക്കണം, ദൈവത്തിന്റെ ശക്തി നോക്കണം. ആ ദേശത്തിനകത്ത് മുഴുവനും പേനായി തീർന്നു.
18ാമത്തെ വാക്യം പറയുന്നു, മന്ത്രവാദികളും തങ്ങളുടെ മന്ത്രവാദത്താൽ പേൻ ഉളവാക്കാൻ ആയതുപോലെ ചെയ്തു, അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല താനും. അവർക്ക് കഴിഞ്ഞില്ല. പിശാചിന് ചെയ്യാൻ മേലാത്തത് ദൈവത്തിന് ചെയ്യാൻ പറ്റും. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് അസാധ്യമെന്ന് മനുഷ്യൻ പറയുന്നത് ദൈവത്തിന് ചെയ്യാൻ പറ്റുന്ന ദൈവത്തിന്റെ ശക്തി. ഇന്ന് പകൽ എത്ര പേർ ആത്മാവിനകത്ത് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഭവനത്തെ നോക്കി മനുഷ്യൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ദൈവം പറയും ഞാൻ അതിനെ ചെയ്യാൻ പോകുകയാണ്. മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്നത്, മന്ത്രവാദിയെ കൊണ്ട് നടക്കാത്തത്, ആഭിചാരക്കാരനെ കൊണ്ട് നടക്കാത്ത എന്റെ ഉടയവനെ കൊണ്ട് നടക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്വന്തം ചെയ്യുന്ന പകലിൽ മനുഷ്യൻ അസാധ്യമാ, എന്നാൽ എന്റെ ദൈവത്തിന് സാധ്യമാ. ഇന്ന് കാണുന്ന പ്രതികൂലത്തെ, ഇന്ന് കാണുന്ന പ്രതിസന്ധിയെ, ഈ മതിലിനെ ഞാൻ ചാടിക്കടക്കുമെന്ന് പറയുന്നവർ മാത്രം കർത്താവിനെ സ്വന്തം ചെയ്യുന്ന പകലിൽ എന്റെ കൂടെ എന്റെ രക്ഷകനുണ്ട്, എന്റെ കൂടെ ദൈവരാജ്യമുണ്ട്. ദൈവരാജ്യത്തിന്റെ ശക്തി ഈ പകലിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവൻ, ഫറവോന്റെ കൊട്ടാരത്തിൽ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നവൻ, ചിലരുടെ ഭാവിയെ പ്രവചിച്ചു പറയുന്നവൻ, ലക്ഷണങ്ങൾ പറയുന്നവൻ, ചിലരെ മരണത്തിന് നീക്കുന്നവൻ, ചില കുടുംബങ്ങളെ തകർക്കാൻ നിന്നവൻ, ആഭിചാരക്കാരൻ, മന്ത്രവാദികൾ. ഇവിടെ പറയുന്ന വാക്ക് മന്ത്രവാദികൾ തങ്ങളുടെ മന്ത്രവാദത്താലും ഇവിടെ പറയുന്ന പേൻ ഉളവാക്കുവാൻ അതുപോലെ ചെയ്തു. അവർക്ക് കഴിഞ്ഞില്ല. ഇന്ന് പകൽ ആത്മാവിൽ എത്ര പേർ അറിയുന്നുണ്ട്? ഇത്ര പേര് ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികൾ മുഴുവൻ ചെയ്തവന്, അത്ഭുതം ചെയ്തവനെ അഹറോൻ വിളിച്ചു. അഹറോന് ദൈവം വിളിച്ചപ്പോ, മോശയും വിളിച്ചപ്പോ ദൈവത്തിന്റെ പദ്ധതി ഫറവോന്റെ മുന്നേ വെളിപ്പെടുത്തിയെങ്കിൽ ഇന്ന് ആത്മകണ്ണിനകത്ത് ഞാൻ വിളിച്ചു പറയാ, നിനക്കെതിരായി പറഞ്ഞുകൊണ്ടവർ നിന്നവരുടെ മുന്നിൽ നിന്നെ ദൈവം ഒന്ന് ഉയർത്താൻ പോകുകയാണ്. നിനക്കെതിരായി വാദിച്ചു കൊണ്ടിരുന്ന ചില ശക്തികളുടെ മുന്നിൽ ദൈവം ചില പ്രവർത്തികൾ ഈ പകൽ ചെയ്യാൻ പോകുന്ന എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇവിടെ പറയുന്ന വാക്കിനകത്ത് നിങ്ങൾ നോക്കിയോ, മനുഷ്യരുടെയും മൃഗങ്ങളുടെയും മേൽ പേരുള്ളവായതുകൊണ്ട് മന്ത്രവാദികൾ ഫറവോനോട് പറയുന്ന വാക്ക് 19ാമത്തെ, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു, ഇത് ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം ചിലരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങും. നിന്റെ കൂടെ ദൈവരാജ്യത്തിന്റെ ശക്തിയുണ്ടെന്ന്, ദൈവരാജ്യത്തിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയെന്ന്, ദൈവരാജ്യത്തിന്റെ മഹത്വം ചില കുടുംബങ്ങളിൽ ഇടപെടാൻ തുടങ്ങിയെന്ന് ഇവിടെ പറഞ്ഞു. മന്ത്രവാദി പോലും പറയുവാൻ തുടങ്ങി ഇത് ദൈവത്തിന്റെ കരമാണ്. ഇന്ന് പകൽ ആത്മാവുള്ളവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്തോണം. എന്താണെന്നറിയുമോ? ദൈവത്തിന്റെ ചില കരങ്ങൾ ചില ഭവനത്തിന്റെ പേര് ചലിക്കപ്പെടുവാൻ പോവുകയാണ്. എത്ര പേർ ആമേൻ പറഞ്ഞിട്ടുണ്ട്? ഇത് ദൈവത്തിന്റെ വിരലാകുന്നു. എത്ര പേര് ഇന്ന് വിശ്വാസത്തോടെ ദൈവത്തിന്റെ വിരൽ ചരിത്രങ്ങളെ മാറ്റുന്നതാ, ദൈവത്തിന്റെ വിരൽ അത്ഭുതങ്ങളെ ചെയ്യുന്നതാ. യേശു അതുകൊണ്ട് അവന്റെ വിരലെടുത്ത് ചെവിയുടെ കേൾവിയില്ലാത്ത ഒരുവന്റെ ചെവിക്കകത്തേക്ക് അവൻ കൈയിട്ടിട്ട് എന്ന് വിളിച്ചു പറയുമ്പോ, തുറന്നു വരിക എന്ന് അവൻ വിളിച്ചു പറയുമ്പോ അവന്റെ ചെവി കേൾവിയായെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയാ, അവന്റെ വിരൽ ചിലർക്ക് വേണ്ടി ചലിക്കപ്പെടുകയാണ്. അവന് വേണ്ടി ചില വിരലുകൾ ചലിക്കപ്പെടുന്നുണ്ട്. എത്ര പേർ വിശ്വാസത്തോടെ വിളിച്ചു പറയും, ഇന്ന് വിളിച്ചു പറയുന്ന ദൂത് എനിക്ക് വേണ്ടിയുള്ളതാണ്, ഇന്ന് വിളിച്ചു പറയുന്ന ദൂത് എനിക്ക് വേണ്ടിയുള്ളതാണ്. എത്ര പേർ ആമീൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ഈ ഹോളിനകത്ത് ഒരു കരം ചലിക്കപ്പെടുകയാണ്, ഒരു കരം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. ഇത് പറയുന്നു ദൈവത്തിന്റെ വിരലാകുന്നു എന്ന് പറഞ്ഞു. മന്ത്രവാദി പറയുകയാണ് ഇത് ദൈവത്തിന്റെ കരമാണെന്ന്. എത്ര പേർ ആമീൻ പറയുന്നുണ്ട്? ആർക്കും നിഷേധിക്കാൻ മേലാത്ത ചില അടയാളങ്ങൾ ഭവനങ്ങൾക്കകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേർ ആമീൻ പറയുന്നു? ഹല്ലേലൂയ. ആമീൻ പറയുന്നു. യഹോവ അരുളിച്ചിരിക്കുന്ന പോലെ ഫറവോന്റെ ഹൃദയം കഠിനപ്പെട്ടു, അവൻ അവരെ ശ്രദ്ധിച്ചതുമില്ല. 20ാമത്തെ വാക്യം, പിന്നെ യഹോവ മോശയോട് കൽപ്പിച്ചത്, നീ നാളെ രാവിലെ എഴുന്നേറ്റ് ഫറവോന്റെ മുമ്പാകെ നിൽക്ക, അവൻ വെള്ളത്തിന്റെ അടുക്കൽ വരും. നീ അവനോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ ആരാധിപ്പാൻ വിട്ടയക്കുക.
ഹല്ലേലൂയ. ദൈവം ജനത്തെ വിളിക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടിയാ. ദൈവം ജനത്തെ വിളിക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാ. നമ്മുടെ അകത്ത് വ്യക്തതയോടെ നമ്മളെ വിളിച്ചേക്കുന്നത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജനത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ പ്രത്യേകത വെളിപ്പെടും. പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിൽ ആരാധിച്ചു കൊണ്ടിരിക്കുകയാ. അവർ നിൽക്കുന്ന പ്രതികൂലം നിങ്ങൾ നോക്കിക്കോണേ. അവരുടെ കൈകളിൽ ചങ്ങലകളുണ്ട്, കാലുകളിൽ ചങ്ങലകളുണ്ട്. സക തടവുകാർ മുഴുവൻ നോക്കി നിൽക്കുമ്പോൾ അവർ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി. അവർ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങിയപ്പോ സ്വർഗത്തിന്റെ പ്രത്യേകത കാരാഗ്രഹത്തിനകത്ത് ഇരുത്തുവാനല്ല, ദൈവരാജ്യത്തിന്റെ പ്രത്യേകത അടിസ്ഥാനത്തെ കുലുക്കുന്നതാ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ദൈവത്തിന്റെ വിടുതൽ സംഭവിക്കുന്ന ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനത്തെ സ്വർഗത്തിലെ ദൈവം കുലുക്കി. ഇന്ന് പകൽ ആത്മാവിനകത്ത് എറിഞ്ഞു, നിന്നെ ബന്ധിച്ചത് മനുഷ്യനാണെങ്കിൽ നിന്നെ വിടുവിക്കാൻ പോകുന്ന സ്വർഗമാ. നിന്റെ ഭവനത്തെ കെട്ടിവെച്ചിരുന്നത് മനുഷ്യനാണെങ്കിൽ, നാളുകൾ കൊണ്ട് കെട്ടിയത് മന്ത്രവാദിയാണെങ്കിൽ, മന്ത്രവാദിയുടെ ശക്തിയേക്കാൾ വലുതാ ദൈവരാജ്യത്തിന്റെ ശക്തി. അത് ഈ ദിവസങ്ങളിൽ നിന്റെ ഭവനത്തിനകത്ത് അത് വെളിപ്പെടാൻ പോകുന്നതിനാ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുക. അവൻ അരുളി ചെയ്തു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, നിന്റെ ആരാധനയ്ക്ക് തടസ്സമായി നിൽക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, ആത്മാവിൽ ഒരു ആരാധന വെളിപ്പെടണം. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആരാധന നിന്റെ ശബ്ദത്തിനല്ല, നിന്റെ സ്തുതികളിലായി മാറണം. ഹല്ലേലൂയ. ആരാധിക്കുന്നവൻ ഇന്ന് പകൽക്കാലം അറിയണം, ആരെ ആരാധിച്ചാണ് മഹത്വപ്പെടുത്തുന്നത്, ആരെയാണ് സ്തുതിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആരാധനയുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. പൗലോസിന് വേണ്ടി ഇറങ്ങി വന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് വിളിച്ചു പറയണം, നിന്റെ പ്രതികൂലത്തെ നീ ദൈവത്തെ ആരാധിക്കുമ്പോ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. മോശയോടും അഹ്റോനോടും പറയുക, എന്റെ ജനത്തെ ആരാധിക്കുവാൻ വേണ്ടി, ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി മോശയും അഹ്റോനെ എടുക്കുമ്പോ ഒരു മന്ത്രവാദിക്ക് പോലും എതിര് പറയാൻ മേലാത്ത രീതിയിൽ ദൈവത്തിന്റെ അടയാളം മോശയോടും അഹ്റോനോടും കൂടി ചലിച്ചെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ അറിഞ്ഞോ, നിന്റെ ഭവനങ്ങൾ ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങൾ ഒരു മനുഷ്യന് നിഷേധിക്കാൻ മേലാത്തത്, അത്ഭുതങ്ങളിലേക്ക് ദൈവം ചില പ്രവർത്തികളെ ദൈവം ചെയ്യാൻ പോകുന്നതിനാൽ ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, സാമ്പത്തികമായ ഒരു വിടുതലിനെ ദൈവം അയച്ചിട്ടുണ്ട്. അത് ഈ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് വെളിപ്പെടും. സാമ്പത്തിക മേഖലകൾ ദൈവം ഒരു അത്ഭുത കരത്തെ ചലിക്കപ്പെടുവാൻ പോവുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ഇല്ലാത്തതിനെ ഉളവാക്കുന്നതാ. അതുകൊണ്ട് ഇവിടെ ബൈബിൾ പറയുകയാണ്, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? ആരാധിക്കുന്നവരായി മാറണം. എത്ര പേര് ആമീൻ പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഇവിടെ വചനം പറയുന്നുണ്ട്, ലൂക്കോസിൽ പറയുക, ദൈവത്തിന്റെ ശക്തി കൊണ്ട് ഭൂതം സംസാരിക്കും. ഊമനായിരുന്നവൻ സംസാരിക്കുവാൻ തുടങ്ങി. ഭൂതം വിട്ടുമാറി അവൻ സംസാരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽ അറിഞ്ഞു, മനുഷ്യൻ പറഞ്ഞതല്ല ദൈവരാജ്യത്തിന്റെ പ്രത്യേകത. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ദൈവരാജ്യത്തിന്റെ പ്രത്യേകത ദൈവം ഇല്ലാത്തത് ഉളവാക്കുന്നതാണ്. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നുണ്ട്? ഇന്ന് പകൽ നിങ്ങൾ ചിന്തിച്ചു, ദൈവത്തിന്റെ വിരൽ ചില കുടുംബങ്ങളുടെ മേൽ, ചില തലമുറകളുടെ മേൽ ചലിക്കപ്പെടുന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യാം. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം, ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം, 5-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊന്നു പാത്രങ്ങളെ കൊണ്ടുവന്നു. പൊൻപാത്രം ഇവിടെ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒത്തിരി നമ്മൾ സമയം ഒത്തിരി വിശദീകരിക്കാൻ പോയാൽ, അങ്ങനെ അവർ യെരൂശലേമിലെ ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന്, ഇത് എടുക്കുന്ന സ്ഥലം ശ്രദ്ധിച്ചോണേ, ദേവാലയത്തിന്റെ മന്ദിരത്തിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന പൊൻപാത്രങ്ങളെ കൊണ്ടുവന്നു. രാജാവും മഹത്തുക്കളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. കണ്ടോ, ഇത് എവിടുന്ന എടുത്തേക്കുന്നേ? ദേവാലയത്തിനകത്തുനിന്നാ. ഇത് ആരുടെ സ്ഥലമാ? ദൈവം മഹത്വം നിൽക്കുന്ന സ്ഥലത്തെ ഈ പൊൻപാത്രങ്ങളൊക്കെ എടുത്തിട്ട് ഒരു രാജാവ് ചെയ്യുക. അവന്റെ മഹത്വങ്ങളും അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ കുടിച്ചു. അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു? ഈ പുറപ്പാട് പുസ്തകത്തിനകത്ത് അഹ്റോനെയും മോശയും ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടുവരാൻ പറയുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ ആരാധിക്കാനാ.
ഈ ആരാധനയ്ക്ക് വിടാതിരിക്കുന്ന ഫറവോനെതിരായിട്ടാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അതിനെ തടയാൻ ഈ ഭൂമിയിലെ ആഭിചാര ശക്തികളും മന്ത്രവാദ ശക്തികളും ശ്രമിക്കുകയാണ്. ഇതിനെ ജയിക്കുന്ന ദൈവകൃപ മോശയോടും അഹറോനോടും കൂടെ നിൽക്കുക. യേശു കർത്താവ് ഈ ഭൂമി വന്ന് എന്തിനെ പറയുവാനാ? മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നോക്കണം. മാനസാന്തരപ്പെടണം. യോഹന്നാൻ പറഞ്ഞ വാക്കും ഇത് തന്നെയാ. മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ പറയും. ഈ യോഹന്നാനെ ഹെരോദാവ് തലവെട്ടിയതിന്റെ കാരണം ദൈവരാജ്യത്തെ പ്രസംഗിച്ചവനെ കൊന്നുകളഞ്ഞേ. അവിടെ നിന്ന് യോഹന്നാൻ പറഞ്ഞു, എന്നേക്കാൾ ബലവാനായ ഒരുവൻ എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നുണ്ട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാർ കുനിഞ്ഞ് എനിക്ക് അഴിപ്പാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനപ്പെടുത്തുവാനാണ് വരുന്നേ. ഈ പരിശുദ്ധാത്മാവിനാൽ തീയാലും സ്നാനപ്പെടുന്നു അറിയണം. ഈ ഭൂമിയിലുള്ള ഒരു ശക്തിക്കും ജയിക്കാൻ മേലാത്ത കൃപയാണ് നിങ്ങളുടെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. ഈ ഭൂമിക്കകത്ത് നിൽക്കുന്ന ഒരു മന്ത്രവാദിക്കോ ഒരു വിഗ്രഹത്തിനോ ഒരു ആഭിചാരക്കാരനോ ആർക്കും ജയമെടുക്കാൻ പറ്റത്തില്ലാത്ത ദൈവശക്തിയാണ്, പരിശുദ്ധാത്മ ശക്തി നിങ്ങളുടെ മേൽ പകർന്നപ്പെട്ടിരിക്കുന്നത്. ആ ശക്തി പറയുന്നു, ആ ശക്തിയാണ് ഊമനെ സൗഖ്യമാക്കുന്നത്. അതിൻ്റെ അടയാളമായി യേശു ഈ ഭൂമി ചെയ്തു. യേശു പ്രസംഗിച്ച മുഴുവൻ സബ്ജക്റ്റുകൾ നിങ്ങൾ നോക്കിയാൽ മാനസാന്തരപ്പെടുവീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ദൈവരാജ്യം ഇവിടെ നോക്കി, പുറപ്പാട് പുസ്തകത്തിനകത്ത് വന്നപ്പോഴും ഫറവോന്റെ കൊട്ടാരത്തിനകത്തിരുന്ന മോശയും അഹറോനും പറയുന്നു, എന്ത് ചെയ്യണം? ജനത്തെ വിട്ടുതരണം. എന്തിനു വേണ്ടി? യഹോവയായ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. ഇവിടെ നോക്കി, അതേ നിൽക്കുന്നു. ദാനിയേലിന്റെ പുസ്തകത്തിൽ വന്നപ്പോൾ അവിടുത്തെ രാജ്യത്തിന്റെ രാജാവായിരിക്കുന്നവൻ അവൻ എടുക്കുന്ന ദൈവത്തിന്റെ മഹത്വമുള്ള ആലയത്തിനകത്തിരിക്കുന്ന പിച്ചള കൊണ്ടും സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഒക്കെ നിർമ്മിച്ചിരുന്ന ആ പാത്രങ്ങളെ അവൻ എടുത്തിട്ട് പറയുന്നു, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ നോക്കിയോ, അവന്റെ ഭാര്യമാരും വെപ്പാട്ടികളിൽ അവർ മദ്യങ്ങളെ കുടിക്കാൻ തുടങ്ങി. 4-ാമത്തെ വാക്യം, അവർ വീഞ്ഞു കുടിച്ച് പൊന്നും വെള്ളിയും താമ്രവും ഇരുമ്പും മരവും കല്ലും കൊണ്ടുള്ള ദേവന്മാരെ അവർ ആരെ മഹത്വപ്പെടുത്തുന്നില്ല, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നില്ല. അവരാരെ മഹത്വപ്പെടുത്തുന്നു? കല്ലുകൊണ്ടും മരം കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയ ദേവന്മാരെ സ്തുതിച്ചു. 5-ാമത്തെ വാക്യം, തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിൽ വെള്ളമേൽ എഴുതി രാജാവ് കണ്ടു. രാജാവ് നോക്കി നിൽക്കെ ഒരു കൈപ്പത്തി വന്ന് തൽക്ഷണം ഒരു മനുഷ്യന്റെ കൈവിരൽ പുറപ്പെട്ട് വിളക്കിന് നേരെ രാജധാനിയുടെ ചുവരിന്മേൽ വെള്ളമേൽ എഴുതി. ഇന്ന് പകല് നിങ്ങളുടെ അകത്തറിഞ്ഞോണം, ദൈവത്തിൻ്റെ കരം സകലത്തിൻ്റെ മേലും ചലിക്കപ്പെടും. ദൈവത്തിൻ്റെ കരം ചലിക്കപ്പെടാൻ തുടങ്ങി. ഒരു രാജ്യത്തിനകത്ത് ഇന്ന് ആത്മാവിനകത്തറിഞ്ഞു, ദൈവ മക്കൾക്കെതിരായി നിന്നുകൊണ്ട് ചില നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ചലിക്കപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ദൈവ മക്കൾക്കെതിരായിക്കൊണ്ട് ഏത് പദ്ധതി ഒരുക്കിക്കൊണ്ട് വന്നാലും അതിൻ്റെ മുകളിൽ ചലിക്കപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ഇന്ന് ആലയങ്ങളെ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ വടക്കേണ്ടിയിൽ ആലയങ്ങളെ അടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ വിശ്വസിച്ചു, ദൈവത്തിന്റെ കരം ചലിക്കാൻ അധികം നാളുകൾ താമസം വരത്തില്ല. ദൈവകരം ചലിക്കപ്പെടുവാൻ തുടങ്ങും. ദൈവ മക്കൾക്കെതിരായിട്ട് ദേശാധിപതി ശക്തികൾ വരുന്നുണ്ടെങ്കിലും, ദേശത്തിനകത്തെ ശക്തികൾ എഴുന്നേറ്റാലും, മന്ത്രവാദിയുടെ ശക്തി എഴുന്നേറ്റാലും, ഇന്ന് പകൽക്കാലം പറഞ്ഞു ദൈവരാജ്യത്തിന്റെ ദൈവശക്തി വെളിപ്പെടുവാൻ തുടങ്ങും. ഇന്ന് എത്ര പേർ ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇവിടെ പറയുന്നു, അവർ രാജാവ് നോക്കി നിൽക്കെ തന്നെ ഒരു മനുഷ്യന്റെ കൈവിരലുകൾ പുറപ്പെട്ടു വിളക്കുന്നതിന് രാജധാനിയുടെ ചുവരിന്മേൽ വെള്ളമേൽ എഴുതി രാജാവ് അത് കണ്ടു. 6-ാമത്തെ വാക്യം, ഉടനെ രാജാവിന്റെ മുഖഭാവം മാറി അവൻ വിചാരങ്ങളിൽ പരവശനായി അരയുടെ ഏപ്പ് അഴിഞ്ഞ് കാൽമുട്ടുകൾ ആടിപ്പോയി. ഒരു കരം ചലിക്കപ്പെടാൻ തുടങ്ങിയപ്പോ അവൻ ഭയപ്പെടുവാൻ തുടങ്ങി. 7-ാമത്തെ വാക്യം പറയുന്നു,
രാജാവ് ഉറക്കെ വിളിച്ചു. രാജാവ് ഉറക്കെ വിളിച്ചു. ആഭിചാരകന്മാരെയും കൽദേരെയും ശകുനിവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോട്, ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ മൂന്നാമനായി വാഴും എന്ന് കൽപ്പിച്ചു. രാജാവ് ഒരു കൽപ്പന കൊടുത്തു. ഇതിന്മേൽ എഴുതപ്പെട്ടിരിക്കുന്നതിനെ ഇന്ന് പകല് ആത്മാവിനകത്തോ നിങ്ങളുടെ ചിന്തയ്ക്കകത്ത് പറയാം. ഇതെഴുതിയ സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ, ഇതെഴുതിയ സ്വർഗത്തിലെ മകളാണെങ്കിൽ, മറ്റാർക്കും വെളിപ്പെടാത്ത നിനക്ക് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തും. മറ്റാർക്കും വെളിപ്പെടാതിരിക്കുന്നത് ഇന്ന് ആമേൻ, ഇന്ന് പകൽ എത്ര ആർക്കും വെളിപ്പെടാതിരിക്കുന്ന ചിലത് ദൈവം ഈ നാളുകളിൽ വെളിപ്പെടുത്താൻ പോവുക. ആർക്കും വെളിപ്പെടാതിരിക്കുന്ന ചില കാര്യങ്ങൾ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്ന എത്ര പേരിപ്പുണ്ട്. ആമേൻ. അതുകൊണ്ട് രാജാവ് വിളിച്ചവരെ നോക്കിക്കേ, രാജാവ് വിളിച്ചവരെ നോക്കുക. രാജാവ് ഉറക്കെ വിളിച്ചു. രാജാവ് ഉറക്കെ വിളിച്ചു. ആഭിചാരകന്മാരെ വിളിച്ചു. കൽദേരെയും ശകുനവാദികളെയും കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. രാജാവ് ബാബേലിലെ വിദ്വാൻമാരോടും ആരെങ്കിലും ഈ എഴുത്ത് വായിച്ച് അർത്ഥമറിയിച്ചാൽ അവൻ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിൽ മൂന്നാമനായി വാഴും. ഇതിന്റെ അർത്ഥം ഒന്ന് വെളിപ്പെടുത്തുവാണെങ്കിൽ അവനെ മൂന്നാമനായിട്ട് രാജാവ് ഇവിടെ അഭിഷേകം ചെയ്യാവുന്ന രാജാവ് ഒരു വിളംബരം വിട്ടു. വിളിച്ചവരെ നോക്കിക്കോണം. വിളിച്ചവര് ആ രാജ്യത്തിന് ശകുനവാദികളാണ്, ആഭിചാരക്കന്മാരാണ്. അങ്ങനെയുള്ള ഒരുപറ്റം ജനത്തെ വിളിച്ചു. ഇവരെല്ലാം വിളിച്ചു. 8-ാമത്തെ വാക്യം. അങ്ങനെ രാജാവിന്റെ വിദ്വാൻമാരൊക്കെയും അകത്തു വന്നു. എങ്കിലും എഴുത്തു വായിപ്പാനും രാജാവിനെ അർത്ഥമറിയിപ്പാനും അവർക്ക് കഴിഞ്ഞില്ല. രാജാവിന്റെ അരികെ വന്നിട്ട് ഈ പറയുന്ന ആർക്കും ഇതിന്റെ അർത്ഥം കൊടുക്കുവാൻ പറ്റിയില്ല. ഇന്ന് പകൽക്കാലമാണ്. എഴുതിയവൻ ആരാന്ന് ചിന്തിച്ചാൽ മതി. പിടികിട്ടുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇത് എഴുതിയവൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരമാണെങ്കിൽ ഇത് സാധാരണക്കാരന് വെളിപ്പെടുവാൻ വേണ്ടിയല്ല, ദൈവമക്കൾക്ക് വെളിപ്പെടുവാൻ വേണ്ടിയാ. ഇന്ന് ആത്മാവിനകത്ത് തിരിച്ചറിഞ്ഞു ദൈവം ചില കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത് അത് മനുഷ്യന് വേണ്ടി, സാധാരണക്കാരന് വേണ്ടിയല്ല, അസാധാരണനായി വിളിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാ. ഇന്ന് പകൽക്കാലം എത്ര പേര് അറിയുന്നുണ്ട്? ദൈവം ചില എഴുത്തുകളെ, രേഖകളെ കൊണ്ടുവരുന്നത് സാധാരണക്കാരന് വെളിപ്പെടുവാൻ വേണ്ടിയല്ല, ദൈവം നിന്നെ അസാധാരണനാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി എത്ര പേര് വിശ്വാസം ഏറ്റെടുക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം? ആമേൻ. ഇന്ന് പകൽ ആത്മാവിൽ കണ്ണിനകത്ത് കണ്ടോണം. ഒരു സാധാരണക്കാരന്റെ നിഴൽ തട്ടിയാൽ രോഗി സൗഖ്യമാകത്തില്ല. എന്നാൽ ദൈവം വിളിച്ച് വേർതിരിച്ച പത്രോസിന്റെ നിഴൽ തട്ടിയാ രോഗി സൗഖ്യമാകുമെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിഞ്ഞു ആ കോളിംഗ് നിന്റെ മേലുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവം നിങ്ങളെ വിളിച്ചതാണെങ്കിൽ, ദൈവം നിങ്ങളോട് ചില കാര്യങ്ങൾ ഇടപെടാൻ തുടങ്ങുന്നുണ്ട്. ദൈവം നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില പ്രവൃത്തികൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഈ ഭൂമിയിലെ മനുഷ്യന് വെളിപ്പെട്ടില്ല. ഈ ഭൂമിയിലെ സാധാരണ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവരിൽ അസാധാരണരായവർ, അത്ഭുതങ്ങൾ ചെയ്തു കിടക്കുന്ന ആഭിചാരക്കാരന്മാര്, ഹല്ലേലൂയ, മന്ത്രവാദികളായിരിക്കുന്ന ശകുനവാദികളായിരിക്കുന്നവർ, രാജാവിന് ഈ ഭൂമിയിലുള്ള സകലതും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നവർക്ക് അവർക്കിതിനെ വെളിപ്പെടുത്താൻ പറ്റിയില്ല. കാരണം അത് കർത്താവിന്റെ വിരലാൽ എഴുതപ്പെട്ടതാ, അതാ കർത്താവിന്റെ കരങ്ങളാൽ സംഭവിച്ചതാ. എത്ര പേര് ആമീൻ പറയുന്നു? അതിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 18-ാമത്തെ വാക്യം. രാജാവെ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ അതിന്റെ ഒരു പുറത്ത് 2 വാക്യങ്ങളൊന്നും എടുത്ത് 2-3 വാക്യങ്ങൾ 15 തൊട്ടൊന്ന് വായിച്ചു. ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിക്കേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരന്മാരെയും എന്റെ മുമ്പാകെ വരുത്തിയിരുന്നു. എങ്കിലും കാര്യത്തിന്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്നാൽ അർത്ഥം പറവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്നും ഞാൻ നിന്നെ. ദാനിയേലിനെ ദൈവം വിളിച്ചു. ദാനിയേലിന്റെ കൂടെ ആരുണ്ട്? ഞാൻ പുറകോട്ട് പോയി ഒത്തിരി സമയം പോകും. ദാനിയേലിനെ നോക്കണം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാനിയേൽ. മോശയും അഹ്റോനെയും കൊണ്ടൊന്നും ആരാ തിരഞ്ഞെടുക്കപ്പെട്ടവരാ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. ഈ മോശയും അഹ്റോനും ചെയ്ത അത്ഭുതം അവിടെയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആരുടെ കൂടെ ഇരിക്കുക? ദൈവം നിൽക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് കേട്ട് പോകണം. പെട്ടെന്ന് പോകുന്നുണ്ട്. മോശയുടെ അഹ്റോന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. അപ്പം മന്ത്രവാദിയുടെ അവർക്ക് ചെയ്യാൻ മേലാത്ത പ്രവൃത്തി ഈ മോശയും അഹ്റോനും ചെയ്യുവാൻ കാരണം ആര് കൂടെ ഉള്ളതുകൊണ്ടാ?
ദൈവം കൂടെയുള്ള അതേ കർത്താവിനെ നോക്കിക്കോണം. മനുഷ്യന് ചെയ്യാൻ മേലാത്ത പ്രവൃത്തി യേശു ചെയ്യുന്നതിൻ്റെ കാരണം യേശു കർത്താവിൻ്റെ കൂടെ ആര് നിൽക്കുന്നുണ്ട്? ദൈവത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മാവ് നിൽക്കുന്നുണ്ട്. ഇപ്പം നിങ്ങളുടെ അകത്ത് നിങ്ങൾ തിരിച്ചോണം, ഈ ആത്മാവ് നിങ്ങളിലേക്ക് വരാൻ പോവുക. ഈ ആത്മാവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് പകരപ്പെടും. ആമീൻ. ഇവിടെ നോക്കിക്കോണേ, തെരഞ്ഞെടുക്കപ്പെട്ട 2 പേര് ആ ദേശത്തിനകത്ത് നിൽക്കുന്ന ഫറവോനെതിരായി നിൽക്കുന്ന പോരാടുമ്പോൾ ദൈവത്തിൻ്റെ കൈ അവരുടെ കൂടെ ഇരിക്കുക. ഇവിടെ അടുത്ത ആളിലേക്ക് വന്നു, ദാനിയേലിലേക്ക് വരുന്നു. ദാനിയേലിന്റെ കൂടെ ആര് നിൽക്കുന്നു? ദൈവശക്തി നിൽക്കുക. ആമേൻ. ദൈവശക്തി നിൽക്കുക. ഇവിടെ ദാനിയേലിനെ ഇവർ വിളിച്ചു, രാജാവ് വിളിക്കുക. ദാനിയേലിനെ ദൈവം വിളിച്ചു, രാജ്യത്തിന്റെ രാജാവ് വിളിച്ചിട്ട് പറഞ്ഞു, ഈ അർത്ഥം ഒന്ന് വെളിപ്പെടുത്തണം. അതിന്റെ 15-ാമത്തെ വാക്യം തൊട്ട് പറയുന്നു, രാജാവ് പറയുക ദാനിയേലിനോട്, ഇപ്പോൾ ഈ എഴുത്ത് വായിച്ച് അർത്ഥം അറിയിക്കേണ്ടതിന് വിദ്വാൻമാരെയും ആഭിചാരന്മാരെയും എൻ്റെ മുമ്പ് വരുത്തിയിരുന്നു. എങ്കിലും കാര്യത്തിന്റെ അർത്ഥം അറിയിപ്പാൻ അവർക്ക് കാര്യത്തിന്റെ അർത്ഥം പറയാൻ അവരെ കഴിഞ്ഞില്ല. എന്നാൽ അർത്ഥം പറയുവാനും സംശയഛേദനം ചെയ്യുവാനും നീ പ്രാപ്തനെന്ന് ഞാൻ നിന്നെ കുറിച്ച് കേട്ടിരിക്കുന്നു. നിന്നെ കുറിച്ചൊരു കേൾവിയുണ്ട്. ആകയാൽ ഈ എഴുത്ത് വായിച്ച് അതിന്റെ അർത്ഥം അറിയിപ്പാൻ നിനക്ക് കഴിയുമെങ്കിൽ നീ ധൂമ്രവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിച്ച് രാജ്യത്തിലെ 3-ാമനായി വാഴും. നിന്നെ രാജാവ് വിളംബരം ചെയ്തത് ദാനിയേലിനോട് പറയാ, ഈ രാജ്യത്തിന്റെ 3-ാമനായിട്ട് നിന്നെ ഞാൻ വാഴിക്കും. 17-ാമത്തെ വാക്യം. ദാനിയേൽ രാജസന്നിധിയിൽ ഉത്തരമുണർത്തിച്ച് ദാനങ്ങൾ തിരുമേനിക്ക് തന്നെ ഓഫറിംഗ് ഒക്കെ അങ്ങോട്ട് ഇരുന്നോട്ടെ. ദൈവത്തിന് അതിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദാനങ്ങൾക്ക് തിരുമേനിക്ക് തന്നെ ഇരിക്കട്ടെ. സമ്മാനങ്ങൾ മറ്റൊരുത്തിന് കൊടുത്താലും എഴുത്ത് ഞാൻ രാജാവിനെ വായിച്ചു കേൾപ്പിച്ച് അർത്ഥം ബോധിപ്പിക്കാം. 18-ാമത്തെ വാക്യം. രാജാവെ, അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിനെ രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അവിടെ നോക്കിക്കോണേ, ആര് കൊടുത്തെന്ന് നോക്കിക്കോണേ. രാജാവേ, വായിച്ചു ഒന്നൂടെ. അത്യുന്നതനായ ദൈവം തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസറിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. അപ്പൊ ആരാൽ നൽകി? നിങ്ങൾ എന്റെ കൂടുണ്ടോ? ഈ നെബൂഖദ്നേസർ രാജാവിനെ ആ രാജ്യത്തിന്റെ രാജാവാക്കി വെച്ചത് ആരാന്ന് പറഞ്ഞു? യഹോവയായ ദൈവം. എന്നിട്ട് പറയുക, തിരുമേനിയുടെ അപ്പനായ നെബൂഖദ്നേസർ രാജാവിന് രാജ്യത്വവും മഹത്വവും പ്രതാപവും ബഹുമാനവും നൽകി. ആരാൽ നൽകപ്പെട്ടു? ദൈവത്താൽ നൽകപ്പെട്ടു. 19-ാമത്തെ വാക്യം. അവന് നൽകിയ മഹത്വം ഹേതുവായി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവന്റെ മുമ്പിൽ ഭയപ്പെട്ടു വിറച്ചു. അവന് കിട്ടിയ മഹത്വം കൊണ്ട്, ദൈവം കൊടുത്ത മഹത്വം കൊണ്ട് സകല ജാതിക്കാരും ഭാഷക്കാരും അവന്റെ മുന്നിൽ ഭയപ്പെട്ടു. തനിക്ക് ബോധിച്ചവനെ അവൻ കൊല്ലുകയും ബോധിച്ചവനെ ജീവനോട് വെക്കുകയും ബോധിച്ചവനെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയും ചെയ്തു വന്നു. കണ്ടോ, ദൈവം കൊടുത്തൊരു മഹത്വം. അപ്പൊ ഈ മനുഷ്യൻ ചെയ്തു നോക്കി. ചിലരെ പുള്ളി കൊന്നുകളഞ്ഞു, ചിലരെ പുള്ളി എന്ത് ചെയ്തു? ചിലരെ ജീവനോടെ വെച്ചു. ബോധിച്ച ചിലരെ എന്ത് ചെയ്തു? കൊടുത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ഇത് ആരുടെ ഹിതപ്രകാരമല്ല, ഈ ആളെ ആക്കി വെച്ചിരിക്കുന്ന ആരാ? എൻ്റെ കൂടെ നിങ്ങൾ വരുന്നില്ല, നിങ്ങൾക്ക് ഇത് പിടികിട്ടുന്നില്ല. ആക്കി വെച്ചിരിക്കുന്ന ദൈവം. ഈ രാജ്യത്വം കൊടുത്തത് ആരാ? നെബൂഖദ്നേസർ രാജ്യത്വം കൊടുത്ത ദൈവം, മഹത്വം കൊടുത്ത ദൈവം, ജനത്തെ ഭരിക്കാൻ കൊടുത്ത ജ്ഞാനം കൊടുത്ത ദൈവം, സകലവും ദൈവം കൊടുത്തു. അപ്പൊ ആരുടെ ഹിതപ്രകാരം നിൽക്കാൻ? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെ? ദൈവത്തിന്റെ ഇഷ്ടത്തിൽ നിൽക്കുവാൻ ദൈവം നെബൂഖദ്നേസറെ ആ രാജ്യത്തിന്റെ രാജാവാക്കി. എന്നാൽ നെബൂഖദ്നേസറിന് ബോധിച്ചവരെ കൊല്ലുകയും ബോധിച്ചവരെ ജീവനോടെ ശേഷിപ്പിക്കുകയും ചിലരെ ഉയർത്തുകയും ബോധിച്ചവനെ താഴ്ത്തുകയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമല്ലാതെ. 20-ാമത്തെ വാക്യം. എന്നാൽ അവന്റെ ഹൃദയം ഗർവിച്ചു. അവന്റെ മനസ്സ് അഹങ്കാരത്താൽ കഠിനമായി പോയ ശേഷം അവൻ രാജസന്നിധിയിൽ നിന്ന് നീങ്ങിപ്പോയി. അവർ അവന്റെ മഹത്വം അവങ്കിൽ നിന്ന് എടുത്തു കളഞ്ഞു. അവന് കൊടുത്ത മഹത്വം ദൈവം എടുത്തു കളഞ്ഞു. ഇന്ന് പകലിൽ നിങ്ങളുടെ അകത്തിന് യാക്കോബിന്റെ ലേഖനം, നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. ഞാൻ ഈ മെസ്സേജ് എടുക്കുന്നതിൻ്റെ കാരണം, ഈ ദിവസങ്ങൾ മുതൽ ചില മാറ്റങ്ങൾ കുടുംബങ്ങൾക്കകത്ത്, തലമുറയ്ക്കകത്ത് വരും.
ചില അനുഗ്രഹങ്ങൾ വരുമ്പോൾ നെകളം കൂടി പോരും. നെകളം കൂടി ഒത്തിരി പേരുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടായി പറയുന്നത്, നെഹളം നിന്റെ നന്മയെ തമ്പുരാൻ മാറ്റിക്കളയും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ സഭയെന്ന് മാറിയത് കൊണ്ടല്ല, നിനക്ക് നെകളം ഉണ്ടായതുകൊണ്ട് നിന്റെ നന്മയെ തമ്പുരാൻ മാറ്റിക്കളയും. ഇവിടെ നോക്കിക്കോ, നെബൂഖദ്നേസറിനെ ആ രാജ്യത്തിൻ്റെ രാജാവാക്കി കൊണ്ടുവന്നാരാ? യഹോവയായ ദൈവം. മഹത്വം മുഴുവൻ കൊടുത്തു. ഇന്ന് പകൽക്കാലം നിന്റെ കഴിവോ നിന്റെ പ്രാപ്തിയോ അല്ല സ്വർഗം നിന്നെ ഉയർത്താൻ പോകുന്നത്. ഈ മെസ്സേജ് ഇതിനടുത്ത് എടുക്കേണ്ടത് അനിവാര്യമാണ്. ചില ഉയർച്ച വരാൻ പോകുന്നതിന് മുമ്പേ ഒരു മുന്നോടിയും കൂടെ പറയുക. ചില നന്മ നിന്റെ ഭവനത്തിൽ വരാൻ പോവുക. നിന്റെ തലമുറയ്ക്കകത്ത് ചില വാതിൽ തുറക്കാൻ പോവുക. ഇന്ന് പകൽക്കാലം അറിയണം, ഇതെന്റെ കഴിവ് കൊണ്ടല്ല. ഞാൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം എൻ്റെ ദൈവത്തെ ഞാൻ ആരാധിക്കും. അവൻ്റെ ഹിതത്തിൽ മാത്രം, അവൻ്റെ ഇഷ്ടത്തിൽ മാത്രം, അവൻ്റെ ഇഷ്ടത്തിൽ മാത്രം ജീവിക്കുന്നവനാ പൗലോസ്. അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്, എനിക്കോ എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാനില്ലെന്ന് പൗലോസ് പറയുമ്പോൾ, പൗലോസിനെ നിങ്ങൾ നോക്കണം. പൗലോസ് മരിച്ചവനെ ഉയർപ്പിച്ചു കഴിഞ്ഞു, ഭൂതകസ്തരെ വിടുവിച്ചു കഴിഞ്ഞു, മുടന്തനെ സൗഖ്യമാക്കി കഴിഞ്ഞു. കല്ലെറിഞ്ഞിട്ട് മരിക്കാൻ നിന്ന് സുവിശേഷം പറയുന്നവൻ, കപ്പൽ ഛേദമുണ്ടായിട്ടോ അണലി കടിച്ചിട്ടും അവനൊരു ഹാനിയും വരാതിരിക്കുന്നവൻ പറയുന്നു മഹത്വം അവൻ്റെതാണെന്ന്. ഇന്ന് പകൽക്കാലം പുകഴുവാൻ ഒന്നുമില്ലാതെ ഇവിടെ പറയുന്നു, ആമേൻ, ലഭിക്കപ്പെടുമ്പോൾ ദൈവം തരുമ്പോൾ ഇത് ദാനമാണെന്ന് തിരിച്ചറിയാതെ ആമേൻ നമ്മളിലുള്ള നെകളം വർദ്ധിച്ചാൽ, ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ അകത്തു പറഞ്ഞു. ഇവിടെ പറയുന്നു, ആമേൻ, രാജസ്ഥാനത്തിൽ നിന്ന് അവൻ നീങ്ങിപ്പോയി, അവന്റെ മഹത്വം അവങ്കൽ നിന്ന് ദൈവം എടുത്തു കളഞ്ഞു. ഇന്ന് പകൽക്കാലം പറയണം, ദൈവം ഉയർത്താൻ പോകുമ്പോൾ ഇതെൻ്റെ കഴിവ് കൊണ്ടാണെന്നോ, എൻ്റെ മക്കളങ്ങ് ഉഗാണ്ടായി പോയത് കൊണ്ടാണെന്നോ എന്നൊക്കെ അകത്തു ഇരുന്നുണ്ടെങ്കിൽ ഇതിനെയെല്ലാം മാറ്റുവാൻ ഒരു വിത്തിൻ സെക്കൻഡ് മതി. അവനെ ഭയപ്പെട്ട് അവനെ ആരാധിക്കുന്നവൻ്റെ കുടുംബം ഉണ്ടല്ലോ, അത് ഉയർച്ച തന്നെ പ്രാപിച്ചു കൊണ്ടിരിക്കും. ദൈവം വിളിച്ചിറക്കിയ ജനമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനം മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിളിച്ചിറക്കിയപ്പോ ദൈവത്തിനെതിരായി, മോശയ്ക്ക് എതിരായി അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോ സ്വർഗത്തിലെ ദൈവം അവിടെ ചവിട്ടിത്താത്ത മണ്ണി തകർത്ത് കളഞ്ഞെങ്കിൽ അതിനിടവരരുത്. ഇന്ന് പകൽക്കാലം അറിയുക, ഉയർച്ച വരുന്നതും നിന്നെ ഉയർത്തുന്നതും സ്വർഗത്തിലെ ദൈവമാ. എന്തുകൊണ്ട്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. 21-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ അങ്ങ് വായിച്ചു നോക്കൂ. 21-ാമത്തെ വാക്യം മുതൽ. അങ്ങനെ അവൻ മനുഷ്യരുടെ ഇടയിൽ നിന്ന് നീങ്ങി അവന്റെ ഹൃദയം മൃഗപ്രായമായി തീർന്നു. അവന്റെ പാർപ്പ് കാട്ടുകഴുതകളോടുകൂടെ ആയിരുന്നു. അവൻ കാളയെ പോലെ പുല്ലു തീറ്റി മനുഷ്യരുടെ രാജ്യത്തിന്മേൽ അത്യുന്നതനായ ദൈവം വാഴുകയും തനിക്ക് ബോധിച്ചവനെ അതിനെ നിയമിക്കുകയും ചെയ്യുന്നു എന്ന് അവൻ അറിഞ്ഞവരെ അവന്റെ ദേഹം ആകാശത്തിലെ മഞ്ഞുകൊണ്ട് നനഞ്ഞു. 22. അവന്റെ മകനായ ബെൽഷേസർ ഇതൊക്കെയും അറിഞ്ഞിട്ട് തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ. ഇവിടെ നോക്കിയേ, ദൈവം എഴുതിയ വെളിപ്പാടിനെ കണ്ട് രാജാവിന് ഭയമുണ്ടായി. ദൈവത്തിന് മഹത്വം കൊടുക്കാതെ രാജാവ് പറയുന്നു കേട്ടോ, അവന്റെ മകനായ ബെൽഷേസരോട് ഇതൊക്കെയും അറിഞ്ഞിട്ടും തിരുമേനിയുടെ ഹൃദയത്തെ താഴ്ത്താതെ സ്വർഗസ്നായ കർത്താവിന്റെ നേരെ തന്നെത്താൻ ഉയർത്തി അവന്റെ ആലയത്തിലെ പാത്രങ്ങളെ അവർ തിരുമുമ്പിൽ കൊണ്ടുവന്നു. തിരുമേനി മഹത്വക്കളും തിരുമനസ്സിലെ ഭാര്യമാരും വെപ്പാട്ടികളും അവയിൽ വീഞ്ഞു കുടിച്ചു. കാണുവാനും കേൾപ്പാനും അറിവാനും വഹിയാത്ത പൊന്ന്, വെള്ളി, താമ്രം, ഇരുമ്പ്, മരം, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചു. തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ മഹത്വീകരിച്ചതുമില്ല. ദൈവത്തെ മഹത്വം കൊടുക്കാതിരിക്കുമ്പോൾ ഇന്ന് പകലിൽ പറയണം, ദൈവം നമ്മളെ അനുഗ്രഹിക്കും, ദൈവം നമ്മളെ ഉയർത്തും. ആ മഹത്വപ്പെടുന്നവൻ അറിയണം, ഇതെൻ്റെ കഴിവ് കൊണ്ടും എൻ്റെ പ്രാപ്തി കൊണ്ടും എൻ്റെ സൗന്ദര്യം കൊണ്ടും എൻ്റെ ശബ്ദം കൊണ്ടും ഒക്കെ ഞാൻ ഉയർന്നതാന്ന് പറയരുത്. അവൻ്റെ പാദപീഠത്തിലിരിക്കണം. ഇത് മുഴുവൻ അവൻ എനിക്ക് ദാനമായി തന്നതാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നെഗളം എവിടെ കയറുന്നുണ്ടോ അവിടെ പരാജയം തുടങ്ങിയിരിക്കും. ആമേൻ. നെഗളം എവിടെ കയറുന്നുണ്ടോ, എവിടെ അഹങ്കാരം അകത്തു വരുന്നുണ്ടോ, സ്വർഗം നിന്റെ കൂടെ നിൽക്കത്തില്ല, സ്വർഗം നിന്നെ താഴ്ത്തിക്കളയും. അതെന്നേക്കുമായി താഴ്ത്തിക്കളയും എന്ന ബൈബിൾ പറയുന്നത്. ഇവിടെ പറയുന്നു, തിരുമേനിയെ ഇതെല്ലാം ആക്കിക്കഴിഞ്ഞിട്ടും, തിരുമേനി ദൈവം ആക്കിയിട്ടും തിരുമേനി ദൈവത്തിന് മഹത്വം കൊടുക്കാതെ, ഇവിടെ പറയുന്നു താമ്രം കൊണ്ട്, മരം കൊണ്ട്, കല്ല് എന്നിവ കൊണ്ടുള്ള ദേവന്മാരെ സ്തുതിച്ചും
തിരുമനസ്സിലെ ശ്വാസവും എല്ലാ വഴികളും കൈവശമുള്ളവനായ ദൈവത്തെ തിരുമേനിയുടെ മൂക്കിലിരിക്കുന്ന ശ്വാസം പോലും അവൻ്റെ കൃപയാണെന്ന് മനസ്സിലാക്കാതെ ഇവിടെ പറയുന്നു മഹത്വീകരിച്ചതുമില്ല. എന്നിട്ട് 24 ആകയാൽ അവൻ കൈപ്പത്തി അയച്ച് ഈ എഴുത്ത് എഴുതിച്ചു. അതുകൊണ്ട് തിരുമേനി ഈ കൈപ്പത്തി അയച്ച് അവൻ എഴുതിയിരിക്കുന്ന എഴുത്തോ മേനെ മേനെ തെക്കേൽ ഊഫർസീൻ, കാര്യത്തിന്റെ അർത്ഥമായത് മേനെ എന്ന് വെച്ചാൽ ദൈവം നിന്റെ രാജ്യത്വം എണ്ണി അതിന് അന്തം വരുത്തിയിരിക്കുന്നു. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നു. അപ്പം ഓർത്തോണം, ദൈവം നോക്കുന്ന വഴികൾ നോക്കണം. ഇത് രാജസന്നിധി ഇരിക്കണമെന്ന് മാത്രമില്ല, വിശ്വാസത്തിന്റെ കസേര ഇരുന്നാലും ഇതുണ്ടാവും. ദൈവം നിന്നെ ആക്കിയിട്ടുണ്ടെ തമ്പുരാൻ നിന്നെ നോക്കും. ഞാൻ ഒരാളെ വീട്ടിലൊരു പണിക്ക് നിർത്തിയിട്ടുണ്ടെങ്കിലേ ഞാൻ നോക്കുമല്ലോ. പണ്ടൊരു മനുഷ്യനെ ദൈവത്താൽ തെരഞ്ഞെടുപ്പ്, ഞാൻ പറഞ്ഞു ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നമ്മൾ അറിയണം. ഒരു മനുഷ്യൻ ട്രെയിനിൽ യാത്ര ചെയ്യുക, കുറേ ആൾക്കാർ യാത്ര ചെയ്യുന്നു, അതിനകത്ത് നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട ആൾക്കാർ ഇരിക്കുക. ഒരു മുഷിഞ്ഞ വേഷധാരിയായ ഒരു ഉപദേശി ഒരു സഞ്ചിയൊക്കെ തൂക്കി ട്രെയിൻ വിട്ട് കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഓടി വന്ന് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് 1-2 പേര് വഴക്ക് പറഞ്ഞു. ഇത്രയും പ്രായമുള്ള ഇങ്ങനെ ഈ ട്രെയിനിൽ എന്തിനാ ഇവിടെ കയറിയേ, പുറയിലെങ്ങാനും കയറിയാൽ മതി. ഇത്രയും സ്പീഡ് ഓടാൻ തുടങ്ങിയപ്പോഴാണ് കയറുന്നത്. ഒത്തിരി പേര് പുള്ളി ഒന്നും മിണ്ടിയില്ല. പുള്ളി ശാന്തനായി വന്നിരുന്നപ്പോൾ ഒത്തിരി ദൈവവൃത്യന്മാരൊക്കെ അകത്ത് കമ്പാർട്ട്മെൻറ്റിനകത്ത് ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ ഒരാൾ അടുത്തോട്ട് ചെന്ന് ഇരിക്കാൻ നിന്നപ്പോഴത്തേന് ആൾക്കാർ അവിടെ നിന്നൊക്കെ മാറാൻ തുടങ്ങി. കാരണം ഈ പുള്ളി ഡ്രസ്സ് വൃത്തിയുള്ളതല്ല. പലരും നോക്കാൻ തുടങ്ങി. പുള്ളി ബാഗ് തുറന്നു, ബൈബിൾ എടുത്തു, പുള്ളി പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീർ എന്ന് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞിനെയുമായിട്ടൊരു മാതാവോട് ഇരിക്കുക. അവരെഴുന്നേറ്റ് പറഞ്ഞു, അയാളോട് പറഞ്ഞു വായടക്കടാന്ന് പറഞ്ഞു. അയാളൊന്നും മിണ്ടാതെ പിന്നെ നിന്ന് വീണ്ടും പറയാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ എഴുന്നിട്ട് അവൻ്റെ ചെവിട്ടയ്ക്കിട്ട് അയാളുടെ മനുഷ്യൻ്റെ ചെവിട്ടയ്ക്ക് ഒരു അടി കൊടുത്തു. ഇനി നീ സംസാരിക്കരുതെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ശാന്തനായിട്ട് അവിടെ ആ സീറ്റിൽ ഇരിക്കാൻ തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അകത്തുനിന്നൊരു പ്രേരണ, വചനം പറയണമെന്ന്. ഈ മനുഷ്യൻ വീണ്ടും എഴുന്നേറ്റ് വചനം പറയുവാൻ തുടങ്ങി, പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സ്ത്രീ പെട്ടെന്ന് വീണ്ടും ചാടി എഴുതാൻ നിർത്താൻ പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ ഇവരുടെ അടുത്തിരിക്കുന്ന കുഞ്ഞ് എഴുന്നേറ്റ് പറഞ്ഞു, അമ്മേ ആ മനുഷ്യൻ പ്രസംഗിച്ചോട്ടെ, അമ്മ തടയണ്ട. ഈ മാതാവ് ആ കമ്പാർട്ട്മെന്റിനകത്ത് നിലവിളിക്കുവാൻ തുടങ്ങി. അവർ കരയുവാൻ തുടങ്ങി. കരഞ്ഞതിൻ്റെ കാരണം അവരുടെ കൊച്ചു ജനിച്ചിട്ട് 12 വർഷമായി ആ കുഞ്ഞ് സംസാരിച്ചിട്ടില്ല. എന്നാൽ ഈ പ്രസംഗം പറയുന്നവൻ്റെ വാക്കിൻ്റെ ദൈവം അവൻ്റെ കൂടെ നിന്നപ്പോൾ അവൻ്റെ നിന്നയെ മാറ്റിക്കളഞ്ഞെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയണം, ദൈവം ചിലരുടെ കൂടെ ചലിക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ ആ കുഞ്ഞ് പറയുന്നു, 12 വർഷമായിട്ട് കമ്പാർട്ട്മെന്റിനകത്ത് അനേക ദൈവത്തെ പറയുന്നവർ പലരും ഇരിക്കുമ്പോ കണ്ടാൽ വൃത്തി എന്ന് തോന്നാത്തത്, മാന്യനെന്ന് തോന്നാത്ത ഒരു മനുഷ്യനെ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം അറിയണം, അവനോട് കൂടെ ഇരിക്കുന്നവർ എന്നോട് കൂടെ ഇരിക്കുന്ന ഒരേ ദൈവമാണ്. ഇന്ന് പകൽക്കാലം നിന്റെ അകത്തൊരു വ്യത്യാസം ഉണ്ടാകരുത്. പണക്കാരന് വേണ്ടി അല്ല നീ കസേര വിരിക്കേണ്ടത്, പണക്കാരനെ കാണുമ്പോഴല്ല നീ ഓശാന പാടേണ്ടത്. നിന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. ഇന്ന് പകൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് മറ്റുള്ളവനെ സന്തോഷിപ്പിക്കുന്നതല്ല ദൈവവചനം? ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ അറിയണം, ദൈവരാജ്യം ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുന്നതാ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദൈവരാജ്യം പ്രസംഗിക്കപ്പെടുമ്പോ, ദൈവരാജ്യത്തിന് നിൽക്കുമ്പോ നിന്റെ സാഹചര്യങ്ങളല്ല ആര് സമർപ്പിച്ചു കൊടുക്കുന്നു അവനോട് കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് ഇവിടെ ദാനിയേൽ പറയുന്നു, രാജാവേ, ഈ കിട്ടിയ മഹത്വോ, ഈ കിട്ടിയ രാജസിംഹാസനോ, ഈ കിട്ടിയതെല്ലാം
സ്വർഗത്തിലെ ദൈവം നിനക്ക് ദാനമായി തന്നതാ. ഇത് നിന്റെ കഴിവ് കൊണ്ടല്ല എന്ന് പറയുന്നു. ആമേൻ, ആമേ. ദൈവം നിന്റെ രാജ്യത്വത്തെ എണ്ണി അതിനെ വരുത്തിയിരിക്കുന്നു. ആമേ. തെക്കേൽ എന്ന് വെച്ചാൽ തുലാസിൽ നിന്നെ തൂക്കുന്ന ഒരു ദൈവം. ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, തുലാസിൽ തൂക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. മൂന്നാമത്തേത് പെറോസ് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ചു, മേത്യർക്കും പർസികൾക്കും കൊടുത്തിരിക്കുന്നു. നീ രാജാവാണ് ഇപ്പോ. പക്ഷേ ആമേൻ പറയുക, ഇത് വിഭാഗിച്ചു കഴിഞ്ഞു. ആര് പറയുന്നു? സ്വർഗം പറയുന്നു. ഇന്ന് പകൽക്കാലം പറയണം, താഴ്മയോടെ ഇരിക്കാമെങ്കിൽ, താഴ്മയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാമെങ്കിൽ, താഴ്മയോടെ ദൈവത്തെ ആരാധിക്കാമെങ്കിൽ തമ്പുരാൻ നിന്നെ അടിക്കടി ഉയർത്തിക്കൊണ്ടിരിക്കും. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ടെന്ന് പറയാം. താഴ്മയുള്ളവർക്ക് വേണ്ടി ദൈവം തമ്പുരാൻ നീരുറവകൾ നിന്ന് തരും. അതുകൊണ്ടാണ് പറയുന്നത്, ആടിനെ മരുഭൂമി മേയിച്ചു നടന്നവൻ, ഈ ഷായിയുടെ മകനായി അപ്പന്റെ കൂടെ ഇരിക്കാതെ മരുഭൂമിക്കകത്തിരുന്നവനെ അമി പ്രവാചകനെ വിട്ട്, ശൗമേൽ എന്ന പ്രവാചകനെ വിട്ടിട്ട് സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ വിളിച്ചു വരുത്തിയിട്ട് അവന്റെ മേൽ അഭിഷേകം കൊടുത്തിട്ട് പറയുന്നു, 40 ആണ്ടത്തേന് വാഴിച്ചവനെ ഞാൻ തള്ളി നിന്നെ രാജ്യത്തിന്റെ രാജാവാക്കി ഞാൻ അഭിഷേകം ചെയ്തിരിക്കുന്നു. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കണം? താഴ്മയുണ്ടെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. താഴ്മയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ നീ കാണാത്ത വാതിലുകൾ, നീ കാണാത്ത രാജ്യങ്ങൾ നിനക്ക് വേണ്ടി ദൈവം തമ്പുരാൻ തുറക്കും. ആമേൻ. ഇന്ന് മഹത്വത്തിൽ ഇരിക്കുന്നവനും അറിഞ്ഞോണം, ഉയരത്തിൽ ഇരിക്കുന്നവനും അറിഞ്ഞോണം, ഇത് നിന്റെ കഴിവ് കൊണ്ടോ നിന്റെ പഠനത്തിന്റെ ശക്തി കൊണ്ടോ ആണെന്നറിഞ്ഞ നിന്റെ അകത്ത് അങ്ങനെ ഒരു നിഗളം കയറിയാൽ ഏത് സമയം സ്വർഗത്തിലെ ദൈവം നിന്നെ തള്ളിക്കളഞ്ഞിട്ട് അടുത്തവനെ തമ്പുരാനാക്കി വെക്കുമെങ്കിൽ ഇന്ന് പകൽക്കാലം പറ, നിന്റെ കുറവുകളെ നീ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയുന്നു, അവൻ മഹത്വം എടുത്തു കളയാതെ, അവൻ മഹത്വം എടുത്തു കളയാതെ. ഇവിടെ ദാനിയേൽ പറയുന്ന വാക്ക് എന്ന് വെച്ചാൽ നിന്റെ രാജ്യം വിഭാഗിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. 29ാമത്തെ വാക്യം പറയുന്നു, അപ്പോൾ വായിച്ചേ, അപ്പോൾ ബേൽശസ്സറിന്റെ കൽപ്പനയാൽ അവർ ദാനിയേലിനെ, അപ്പൊ കൽപ്പന ഒരാൾ പുറപ്പെടുവിച്ചു, ദാനിയേലിന് ധൂമവസ്ത്രവും കഴുത്തിൽ പൊന്മാലയും ധരിപ്പിച്ചു. അവൻ രാജ്യത്തിലെ മൂന്നാമനായി വാഴും എന്ന് അവനെ കുറിച്ച് പ്രസിദ്ധമാക്കി. അപ്പോൾ തന്നെ ദാനിയേൽ പറഞ്ഞ ഉടനെ തന്നെ രാജാവ് ഇവനെ രാജ്യത്തിന്റെ മൂന്നാമനാക്കി വെച്ചു. അപ്പോൾ ഇവിടെ ദാനിയേൽ പറഞ്ഞൊരു പ്രവചനമാ. ദാനിയേൽ പറഞ്ഞു, നിന്റെ മഹത്വം ദൈവം എടുത്തു കളഞ്ഞു. നീ രാജാവിന് ദൈവത്തിന് മഹത്വം കൊടുക്കാത്തോണ്ട് നിന്റെ മഹത്വത്തെ എടുത്തു കളഞ്ഞു. 30ാമത്തെ വാക്യം, ആ രാത്രി തന്നെ കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു. കൽദയ രാജാവായ ബേൽശസ്സർ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. 31 മേദ്യനായ ദാറിയവേഷ് 62 വയസ്സുള്ളവനായ രാജ്യത്വം പ്രാപിച്ചു. കണ്ടോ? ഇപ്പോൾ നിങ്ങളുടെ അകത്തറിയണം, ദൈവസന്നിധി താഴ്മയോടെ ദൈവത്തെ ആരാധിക്കുന്നവനെ തമ്പുരാൻ ഉയർത്തും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? നിങ്ങളുടെ അകത്ത് ഒരിക്കലും നിഗളമുണ്ടാകരുത്. നിങ്ങളുടെ നാവിൽ കൂടെ അത്ഭുതങ്ങൾ നടക്കാം, നിങ്ങളുടെ കൈകളിൽ അത്ഭുതങ്ങൾ നടക്കാം, രോഗികൾ സൗഖ്യമാവാം. നാവിനെ സൂക്ഷിക്കണം. മഹത്വം എവിടെ എടുക്കുന്നോ അവിടെ താഴ്ച ഉണ്ടാവും. നിന്റെ സ്വന്തം കഴിവ് കൊണ്ടോ നിന്റെ ശക്തി കൊണ്ടോ അല്ല. അവൻ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ സുന്ദരമെന്ന് ഗോപുരത്തിന്റെ വാതിക്കൽ കിടക്കുന്നവനെ സൗഖ്യമാക്കിയപ്പോൾ ജനം മുഴുവൻ ഓടിക്കൂടുമ്പോ പത്രോസ് പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഞങ്ങളുടെ ഭക്തി കൊണ്ടോ അല്ല ഇവരെ നടക്കുമാറായത്. നിങ്ങൾ കാൽവറി ക്രൂശിൽ കുന്നകളഞ്ഞ ഒരു യേശു ഉണ്ടല്ലോ, അവന്റെ നാമത്തിന്റെ ശക്തിയാണിത്. ഇന്ന് പകൽക്കാലം മഹത്വം കൊടുക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിനോട് എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ ഈ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ അകത്തൊരു നിഗളം ഉണ്ടാകരുത്. നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നവരായി, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവരായി, ദൈവത്തിന്റെ കൃപയ്ക്കകത്ത് നിൽക്കുന്നവരായി മാറണം. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഹല്ലേലൂയ ദൈവത്തിന്റെ കരം നിങ്ങളുടെ കൂടെ ചലിക്കണമെങ്കിൽ പുറപ്പാട് പുസ്തകത്തിൽ വന്നപ്പോൾ പറഞ്ഞു, മോശയ്ക്ക് വേണ്ടി മഹ്റോന് വേണ്ടി ദൈവത്തിന്റെ കരം ചലിക്കുന്ന ജാതികൾ പറയുവാൻ തുടങ്ങി. ഇവിടെ നോക്കിക്കേ, ദൈവത്തിന് അനുകൂലമല്ല നിൽക്കുന്ന ഒരുവന് വേണ്ടി ദൈവത്തിന്റെ വിരൽ ചലിക്കപ്പെടുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം മരണ 3 കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞു. രാജാവേ, നീ ദൈവത്തിന് മഹത്വം കൊടുക്കാത്തവനാ, ദൈവത്തിന്റെ വാക്കിനെ അംഗീകരിക്കാത്തവനാ, ദൈവം നിന്നെ നീക്കിക്കളയുക. ഇന്ന് ആത്മാവിനകത്ത് തിരിച്ചറിയണം, നിങ്ങളുടെ ജീവിതത്തിനകത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ നടത്തുന്നവരിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ നടത്തുന്നവരിൽ ഇന്ന് പകൽ
പരിശുദ്ധാത്മാവ് പറയണം, ഹല്ലേലൂയ, ദൈവം എന്തു പറയുന്നുവോ അതിനെ അനുസരിക്കുന്നവരായി, ഹല്ലേലൂയ, ആമീൻ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മുടെ ജഡത്തിന്റെ ചിന്തകൾ, നമ്മുടെ ജീവിതത്തിനകത്ത് ജഡത്തിന്റെ ചിന്തകൾ, നമ്മുടെ അകത്തൊരു ചിന്ത വരും, നമ്മൾ എന്തോ ആയെന്ന് നിങ്ങളുടെ അകത്ത് തോന്നരുത്. ഹല്ലേലൂയ. എന്തൊക്കെയോ നന്മ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ, എന്തൊക്കെയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുമ്പോൾ ഇത് നമ്മുടെ പ്രാപ്തി കൊണ്ടാണെന്നോ നമ്മുടെ കഴിവ് കൊണ്ടാണെന്ന് തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ പൗലോസിനെ പറഞ്ഞത്. പൗലോസ് എവിടെയെല്ലാം പറയുന്നു, പൗലോസ് അത്ഭുതങ്ങൾ കാണുന്നവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവനായി പൗലോസ് പറയാ, പാപികളിൽ ഒന്നാമൻ ഞാൻ തന്നെ. ആമീൻ. എന്നിട്ട് പറയാ, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവൻ ഞാൻ തന്നെ. ഹല്ലേലൂയ. എല്ലാത്തിനകത്തും താഴ്മ കാണിച്ച് പൗലോസ് പറയുമ്പോൾ, എന്നിട്ട് പറയാ, ആമീൻ, ആമീൻ, പൗലോസ് പറയാ, എനിക്കും എൻ്റെ കർത്താവിൻ്റെ ക്രൂശിലല്ലാതെ മറ്റൊന്നിലും പ്രശംസിപ്പാനില്ല എന്ന് പറയുമ്പോൾ, വെളിപ്പാടുകളുടെ ആധിക്യം നിമിത്തം ഞാൻ നെഗളിച്ചു പോകുമോന്ന് ഞാൻ സംശയിക്കുന്നു പറഞ്ഞ പൗലോസ്, അവൻ ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ എഴുതിയ പൗലോസ്, അവൻ താഴ്ന്നിരിക്കുമ്പോൾ ദൈവം പറയുന്നു, എൻ്റെ കൃപ പൗലോസേ നിനക്ക് മതി. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാ, ദൈവസന്നിധി ഒരു വിളിച്ചു പറയാ, ദൈവസന്നിധി ഒരു താഴ്മയോടെ നിൽക്കാൻ റെഡിയാണെങ്കിൽ തമ്പുരാൻ നിന്നെ ഉയർത്തിക്കൊണ്ടേയിരിക്കുക. ആമേൻ. ദൈവസന്നിധിയിൽ ഒരു താഴ്മ അകത്തുണ്ടെങ്കിൽ താഴ്മയോടെ നിൽക്കാൻ തയ്യാറാണ്. അതുകൊണ്ടാണ് യാക്കോബ് ലേഖനത്തിൽ നെഗളികളോട് ദൈവം എതിർത്തു നിൽക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനകത്ത് നിങ്ങളുടെ അകത്തറിയണം, ആമേൻ, താഴ്മ എവിടെയുണ്ടോ അവിടെയെല്ലാം ദൈവം നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34 അധ്യായത്തിന്റെ 34 അധ്യായം 16 വാക്യം പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അവയിലൊന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇണയില്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രവേ കൂട്ടിവരുത്തിയത്. ഇവിടെ പറയുന്നു, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അനുഗ്രഹിക്കപ്പെട്ടവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അനുഗ്രഹത്തിൽ നിന്നവൻ താഴ്വടിയായി പോയതിനെ കുറിച്ച് എഴുതി വച്ചിട്ടുണ്ട്. അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ. അവയിൽ ഒന്നും കാണാതിരിക്കുകയില്ല, ഒന്നിനും ഇടയില്ലാതിരിക്കുകയുമില്ല. ഒരുവൻ അനുഗ്രഹിക്കപ്പെട്ടെങ്കിൽ, അവൻ അടുത്ത മേഖലകളിൽ ശാപത്തിൽ പോകുന്നെങ്കിൽ അതിനൊരു കാരണവും ബൈബിൾ പറയുന്നുണ്ട്. ദൈവമാക്കി വെച്ച നെബൂഖദ്നേസർ രാജാവിനെ പോലും ദൈവം തള്ളിക്കളഞ്ഞു. ദൈവമാക്കി വെച്ച ശൗലിനെ 40 ആണ്ടത്തേന് ദൈവം തമ്പുരാൻ വിളിച്ചെങ്കിൽ ആ ശൗലിനെ ദൈവം തള്ളി. പകരം തനിക്ക് ബോധിച്ച ദാവീദിനെ ആ രാജ്യത്തിൻ്റെ രാജാവാക്കി. ഈ പകലിൽ അകത്ത് നിങ്ങളുടെ അറിയണം, ഉയർച്ചയെ തടഞ്ഞു പോകുന്നത്, അനുഗ്രഹത്തെ തടഞ്ഞു പോകുന്നത്, ആമീൻ, വഴികൾ തടഞ്ഞു പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ നമ്മളാ. അതുകൊണ്ട് ബൈബിൾ പറയും, നമ്മൾ തന്നെത്താൻ ശോധന ചെയ്യണം. ഇന്നൊരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിന് അനിവാര്യമാണെങ്കിൽ, ഞാൻ എപ്പോഴും പറയും, നമ്മളൊരു അപ്പത്തിൻ്റെ അംശികളാണ്. ഒരുവനോട് ഒരുവൻ ക്ഷമിക്കുന്നവനാകണം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞു, അനുഗ്രഹം അനുഭവിപ്പാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറുവീൻ. ദോഷത്തിന് ദോഷവും പകരം കൊടുക്കാതെ, ശകാരത്തിന് ശകരവും പകരം കൊടുക്കാതെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായി മാറുവീൻ. നിങ്ങളുടെ അകത്തൂന്ന് ദൈവരാജ്യം സമീപിച്ചിരിക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞു, മനസ്സാന്തരപ്പെടുവീൻ. അടുത്ത തലത്തിലേക്ക് ദൈവം ഉയരണമെങ്കിൽ നിങ്ങളൊന്നും കാണല്ലേ. ഞാൻ പല പ്രാവശ്യം ദൈവസഭയ്ക്കകത്ത് പറഞ്ഞതാ. ഉമാശങ്കർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച്, IAS-കാരനായിരുന്നു. ശരീരം മുഴുവൻ പൊട്ടിയൊരിച്ച പോലെ രോഗത്താൽ ചെറിയ പ്രായത്തിൽ നടന്ന് സ്കൂളിൽ ചെല്ലും പിള്ളേർ ഓടിച്ചു കളയും. എത്രയെല്ലാം ചികിത്സകൾ ചെയ്താലും ഈ മനുഷ്യൻ പിന്നെയും ഈ മനുഷ്യൻ്റെ ശരീരം പൊട്ടും. ദുർഗന്ധങ്ങൾ മണക്കുന്നതുകൊണ്ട് ഈ മനുഷ്യനെ സ്കൂളുകളിൽ പോലും ഇരുത്താതായി. അപ്പനോടൊപ്പം അവൻ പറഞ്ഞു, അപ്പം എന്നെ ഇവിടുന്ന് എവിടെയേലും കൊണ്ടുപോകണം, എവിടെയേലും പഠിക്കണം, എനിക്ക് പഠിക്കാൻ മെടുക്കാനാ,
പക്ഷെ സ്കൂളിൽ കയറ്റത്തില്ല. അപ്പോൾ ഈ കുഞ്ഞിനെ വിളിച്ചിട്ട് ഒരു കുടുംബമായി മറ്റൊരു സ്ഥലത്തേക്ക്, തമിഴ്നാടിൻ്റെ ഒരു മേഖലയിലേക്ക് കടന്നുപോയി. അവിടെ ചെന്നു. അവർ താമസിക്കുന്നതിൻ്റെ തൊട്ട് സ്ഥലത്തിലൊരു ആരാധനാലയമുണ്ട്. അവിടുത്തെ ദൈവദാസൻ ഇവനെ എന്നും വിളിച്ചവന് വേണ്ടി പ്രാർത്ഥിക്കും. നാളുകൾ കഴിഞ്ഞു, അവൻ സൗഖ്യമുള്ളവനായി മാറി. ദൈവം അവനെ പൂർണ്ണ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നു. അവൻ സമൃദ്ധനായി പഠിച്ചു. അവൻ്റെ നാലയത്തിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അവൻ ആ കസേരയെല്ലാം തുടച്ചിട്ടും രാവിലെ ആരും കാണാതെ അവൻ ആ കസേരയൊക്കെ തുടച്ചിട്ട് അവൻ മടങ്ങിപ്പോവും. ഉമാശങ്കർ വളർന്നു വലിയവനായി. വർഷങ്ങൾക്ക് ശേഷം ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അവിടെ ആരാധനയ്ക്ക് തുടങ്ങുന്നതിനും വലിയ മുൻപ് തന്നെ അവനും അവൻ്റെ കുഞ്ഞുങ്ങളും ഭാര്യയും കൂടെ ആലയത്തിൽ കടന്നു ചെന്നു. ആലയത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്നു. ദൈവദാസനൊന്നും അവിടെ ഇല്ല. അവർ തുണികളെടുത്ത് കസേരകൾ മുഴുവൻ തുടയ്ക്കാൻ തുടങ്ങി. എല്ലാ ഹോളെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുമ്പോൾ ദൈവദാസൻ കണ്ടു. ഇതെല്ലാ ദിവസങ്ങളും ഇവർ ദൈവദാസൻ വരുന്നതിന് മുമ്പ് ഇവരിതെല്ലാം ചെയ്ത് മടങ്ങിപ്പോകുന്നൊരു കാഴ്ച അവർ കാണാൻ തുടങ്ങിയാൽ, ഒരു ദിവസം ഇവർ വന്നു. അധിക സമയം കഴിയുന്നതിന് മുമ്പ് ദൈവദാസനോട് വന്നു. ഇവരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വന്നേ? ഇപ്പോൾ ഇവർ ഞാൻ ട്രാൻസ്ഫർ ആയിട്ട് വന്നതാ, ഇവിടെ ജോലി കിട്ടി വന്നതാ. ഞാൻ ചെറുപ്രായത്തിൽ ഞാനിത് ചെയ്തതാ, ഇന്ന് ഞാനത് ചെയ്യുന്നുണ്ട്. ആ മനുഷ്യനോട് ചോദിച്ചു, നിങ്ങളുടെ ഉദ്യോഗം എന്താ? ഞാൻ ഈ ഇവിടുത്തെ കലക്ടറാണ്. ഞാൻ ഈ ദേശത്ത് വന്നിരിക്കുന്ന കലക്ടറായിട്ടാണ്. എൻ്റെ ഭാര്യയും കലക്ടറാണ്. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ഇവിടെ ഞാൻ ചേർത്തു. ഇന്ന് പകൽക്കാലം അറിയണം. ആമേൻ. ആ സ്റ്റേജിലേക്ക് വേണം കയറാവുന്ന മനുഷ്യൻ. പക്ഷെ ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുന്നവനെ, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നവനെ ഇന്നും പകലറിഞ്ഞു നിന്റെ തലമുറ ഉൾപ്പെടെ ദൈവം തമ്പുരാൻ ഉയർത്തും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരുവൻ താഴ്ന്നിരിക്കാൻ തയ്യാറാണെങ്കിൽ അവനെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34:16 വാക്യത്തിൽ പറയുക, യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവീൻ, അവയിലൊന്നും കാണാതിരിക്കുക. നിന്റെ അനുഗ്രഹവും നിന്റെ ശാപവും നിന്റെ തകർച്ചയും അതിനകത്തുണ്ട്. എന്നിട്ട് പറയുക, ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്, അവന്റെ ആത്മാവത്രേ പ്രവർത്തിച്ചത്. ഇന്ന് പകൽക്കാലം രാജാവാക്കിയതും അവന്റെ ആത്മാവ, തകർത്ത് കളഞ്ഞത് ആത്മാവ. ഇന്ന് പകലിൽ നമ്മുടെ അകത്ത് എവിടെയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളിലെ ഒരു ഭാവമുണ്ടെങ്കിൽ അത് താഴ്ത്തിക്കളയണം. ഞാൻ എന്തുവാണ് നിങ്ങളുടെ അകത്ത് ചിന്തിച്ചാൽ, യേശു പറഞ്ഞു, മനസ്സാന്തരപ്പെടുകയെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുക. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് പകലിൽ ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. എത്ര പേർ വിശ്വാസത്തോടെ ഇന്ന് വിളിച്ചു പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ കരം നിങ്ങളുടെ മേൽ ചലിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ വിരൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കണമെങ്കിൽ, ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ ചലിക്കണമെങ്കിൽ, ആമേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞ താഴ്മയുണ്ടാകണം. ഹല്ലേലൂയ. ആമേ അതുകൊണ്ട് പറഞ്ഞ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങൾ ഉയർച്ച പ്രാപിക്കാം. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുക. ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ദൈവം ഉളവാക്കി തരും. ദൈവത്തിൻ്റെ ശക്തി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ ഉളവാക്കുന്ന. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നവൻ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഹല്ലേലൂയ സകലത്തിലും മതിയാകുന്നവനാ. യോഹന്നാൻ വിളിച്ചു പറയുന്ന ഇതാ, താഴ്മയോടെ ദൈവസന്നിധി ദൈവത്തോട് മറുതലിപ്പില്ലാതിരുന്നവനെ പത്മോസിൽ കളഞ്ഞപ്പോഴും സ്വർഗം അവന് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ദൈവസന്നിധി വിശ്വസ്തയോടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനാണെങ്കിൽ ദൈവം ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നു, നിങ്ങളെ വിളിച്ചിറക്കിയത്, ഇസ്രായേൽ ജനത്തെ വിളിച്ചിറക്കിയ പോലെ ദൈവം നിന്നെ വിളിച്ചിറക്കിയത് ദൈവത്തെ ആരാധിക്കുവാനാ. ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത, ദൈവം വഴികളെ തുറക്കുന്നവനാ, ദൈവം ഒരുത്തനെ ഉയർത്തുന്നവനാ. നിങ്ങളിലെ നിഗളമുണ്ടായാൽ, ഇന്നും പറയാം, കർത്താവ് നിങ്ങളെ മാറ്റിക്കളയും. ഇന്ന് പകൽക്കാലം
എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു മനസ്സാന്തരം വരണമെങ്കിൽ ഇന്ന് പകൽ ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ എന്നൊരു പാപം എന്നിൽ ഉണ്ടെങ്കിൽ, ഞാൻ എന്തോ ആണെന്ന് എൻ്റെ അകത്ത് ചിന്തിക്കുന്നുണ്ടെങ്കിൽ, എനിക്കെന്തോ കഴിവുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ വിദ്യാഭ്യാസത്തെ ഞാൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സമ്പത്ത് ഞാൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ സൗന്ദര്യത്തെ ഞാൻ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ, ഒന്നുമില്ല കർത്താവേ, അങ്ങ് തന്ന ശ്വാസം പോലും അങ്ങ് ദാനം തന്നതാ. ഇന്ന് ഞാൻ ജീവനോടെ ഇരിക്കുന്നത് അങ്ങയുടെ കരുണ മാത്രമാ, അങ്ങയുടെ കൃപ മാത്രമാ. ഒന്നിലും എനിക്ക് പുകഴാനില്ലെന്ന് എത്ര പേര് പറയുന്നുണ്ട്. ദൈവത്തിന് ഹിതമല്ലാത്ത ഒന്നിലും നിങ്ങളുടെ കരം നീട്ടരുത്. ദൈവത്തിന് ഹിതമല്ലാത്ത ദാനിയേലിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞു പോയതാ. ദാനിയേൽ രാജ്യത്തിലായിരിക്കുമ്പോൾ പോലും ദാനിയേൽ ഒരു മ്ലേച്ഛനാകാൻ ആഗ്രഹിച്ചില്ല. ദൈവത്തിന്റെ ഇഷ്ടത്തിൽ മാത്രം ജീവിച്ചവനാ ദാനിയേൽ. അതുകൊണ്ടാണ് ദാനിയേലിനെ ദൈവം ഉപയോഗിച്ചെങ്കിൽ ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിയണം, നിങ്ങളുടെ അകത്ത് എന്തെങ്കിലും നിങ്ങളിലെ പാവം കിടപ്പുണ്ടെങ്കിൽ ആ പാവം മാറ്റണം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ. ഫാദറെ, താങ്ക് യു ലോർഡ്. കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ചേ. ഇന്ന് പകൽ ആത്മാവിലറിഞ്ഞ് ദൈവം നിങ്ങളെ ഉയർത്താൻ പോകുമ്പോൾ, ദൈവം വാതിലുകൾ തുറക്കാൻ പോകുമ്പോൾ, കർത്താവ് അത്ഭുതങ്ങൾ തുറക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്ന ഈ അധിക ദിവസങ്ങളില്ലാതെ ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികൾ ഭവനങ്ങളുടെ മേലും കുഞ്ഞുങ്ങളുടെ മേലും വെളിപ്പെടാൻ പോവുക. ദൈവച്ചലി വാതിലുകൾ തുറക്കാൻ പോവുക. അതിനു മുമ്പേ ഞാനിത് പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ കാരണം അതാ, നെകളിച്ചു പോകരുത്. നെകളം അപകടത്തിൽ ചെന്ന് അവസാനിക്കും. ഹല്ലേലൂയ. നെകളം അപകടത്തിൽ ഇന്ന് കാണുന്ന എല്ലാം എന്തെല്ലാം ഉണ്ട്. രാജകൊട്ടാരങ്ങൾ കാണാം, മഹത്വങ്ങൾ കാണാം, പ്രജകൾ കാണാം. പക്ഷെ ഒരു സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം എടുത്തു കളയുന്നൊരു സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഇന്ന് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാ. ഹല്ലേലൂയ. അതുകൊണ്ട് ബൈബിൾ പറയുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതിരിക്കുന്ന മനുഷ്യനും ഭാഗ്യവാനാ. അവനെക്കുറിച്ച് ബൈബിൾ പറയുക. 1 സങ്കീർത്തനം അതിൻ്റെ 3-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്നു, ആറ്റരികത്ത് നട്ടിരിക്കുന്ന തക്ക കാലത്ത് ഫലം കായ്ക്കുന്ന വൃക്ഷം പോലെ അവനിക്ക്. നിങ്ങളുടെ ജീവിതത്തിലൊരു താഴ്മ ആവശ്യമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുന്നവർക്കാണ് ഹല്ലേലൂയ ദൈവത്തിൻ്റെ കരുണ ഉണ്ടാകുന്നത്. നിഗളികൾക്കല്ല ദൈവ കൃപ കൊടുക്കുന്നത്. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ഹല്ലേലൂയ നമ്മളെന്നൊരു പാപമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ക്രൂശിൻ്റെ ചുവട്ടിലിരുന്നൊന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ, അങ്ങ് ഞങ്ങളോടൊന്ന് കരുണ ചെയ്യണം. പത്രോസ് അപ്പോസ്തലൻ യേശുവിനെ പ്രസംഗിക്കുമ്പോൾ യേശു ചെയ്തതിലും വലിയ അത്ഭുതങ്ങൾ പത്രോസ് ചെയ്തു. പത്രോസിൻ്റെ മരണത്തിൻ്റെ സമയത്ത് പത്രോസ് പറഞ്ഞു, എന്നെ തലകീഴായി ക്രൂശിക്കണം. പത്രോസിൻ്റെ അവസാനത്തെ ആഗ്രഹം പറയുക, എന്നെ തലകീഴായി ഒന്ന് ക്രൂശിക്കണം. യേശുവിൻ്റെ പാദത്തിൽ എനിക്ക് ചുംബിച്ചു മരിച്ചാൽ മതി. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവൻ അന്ത്രയോസിനെ ക്രൂശിൽ തൂക്കപ്പെടുമ്പോൾ ആ രാത്രിയും 24 മണിക്കൂർ ആ ക്രൂശിൽ ആണികളിൽ കിടന്നുകൊണ്ട് സുവിശേഷം പറഞ്ഞതാണെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിലാണ് ദൈവം നമുക്ക് വേണ്ടി വാതിൽ തുറക്കപ്പെടുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി വഴികൾ തുറക്കപ്പെടുമ്പോൾ നമ്മളെ ക്രൂശിൻ്റെ ചുവട്ടിൽ താഴ്ത്തിയേൽപ്പിക്കണം. കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവേ, അനേക ശുശ്രൂഷകൾ ഉണ്ടായിരുന്ന അനേക ശുശ്രൂഷകൾ നഷ്ടപ്പെട്ടു പോയി. അനേകരെ കർത്താവ് എടുത്ത് മാറ്റിക്കളഞ്ഞു. അനേകരെ കൊണ്ട് അത്ഭുതം ചെയ്ത് പറയുന്നവർ അത്ഭുതങ്ങൾ ചെയ്യാതെ വായിപ്പോയി. ഹല്ലേലൂയ. അനേകർ യേശുവിനെ പ്രസംഗിക്കപ്പെടുമ്പോൾ അനേകർ മാനസാന്തരപ്പെട്ടെടുത്ത് ഇന്ന് സ്വയം പോലും മാനസാന്തരപ്പെടാൻ മേലാതെ, മാനസാന്തരമില്ലാതെ ഇന്ന് സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവരുടെ കൈകളിലുള്ള അത്ഭുതങ്ങളെ ദൈവം തമ്പുരാൻ എടുത്തു കളഞ്ഞു. ദൈവം പറയുന്നു, ഞാൻ അവരെ തള്ളി. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം തള്ളപ്പെട്ടവരുടെ കൂട്ടത്തിലായി പോകരുത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ സന്നിധി നമ്മൾ ചെന്നെത്താനുള്ളതാ. കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവേ, നിന്റെ നാമത്തിൽ ഞാൻ രോഗികളെ സൗഖ്യമാക്കി എന്നെല്ലാം പറഞ്ഞ് നിന്റെ നാമത്തിൽ ഞാൻ പ്രവചിച്ചെന്നൊക്കെ പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, നിന്നെ ഞാൻ ഒരു നാളും അറിയുന്നില്ല എന്നുള്ള വാക്ക് കേൾക്കുവാനിടയാകരുത്. പ്രിയമുള്ളവരെ, താഴ്മയുള്ളവരാകണം. ദൈവത്തിൻ്റെ സന്നിധി താഴ്മയുള്ളവരും ഹല്ലേലൂയ കർത്താവിന് പ്രയോജനമുള്ളവരുമായി മാറുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഞങ്ങളോട് കൃപ ചെയ്യണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പ്രാർത്ഥിക്കുക. കർത്താവെ, ദൈവസഭയെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കട്ടെ. കർത്താവെ, ഞങ്ങളൊരു യാഗമായി
യാഗമായി, ആമേ, ഞങ്ങളൊരു യാഗമായി ക്രൂശിന്റെ ചൂട്ടിലിരിക്കുന്ന കർത്താവേ, നീ ഞങ്ങളോട് കരുണയുണ്ടാകണമേ, നീ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ വാക്കിൽ നിന്നൊരു അഹങ്കാരത്തിന്റെ വാക്കോ നെഗളത്തിന്റെ വാക്കോ ഞങ്ങളിൽ നിന്ന് വരരുത്. ഞങ്ങളുടെ പാദങ്ങൾ നടക്കുന്ന പോലെ നെഗളമുള്ളവരായി ഞങ്ങൾ ഏറ്റവും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സഭയായി ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ചൂട്ടിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കർത്താവെ, ഞങ്ങളെ മാനിക്കണമേ എന്ന്, കർത്താവെ ഞങ്ങളെ ഉയർത്തണമേ എന്ന്, കർത്താവെ അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി ചലിക്കപ്പെടണമേ എന്ന്. ദൈവത്തിന്റെ വിരൽ ചലിക്കപ്പെടുന്ന ദിനമാണിന്ന്, ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുന്ന ദിനമാണിന്ന്. ദൈവത്തിന്റെ കരം ഇന്ന് ചിലർക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി ചലിക്കുന്ന ഇന്ന് പകൽ നിങ്ങൾ എഴുതി വെച്ചോ, ഈ ഞായറാഴ്ച ദൈവത്തിന്റെ കരം ചലിച്ച ദിവസമാണ്. ഈ ഞായറാഴ്ച ദൈവത്തിന്റെ അത്ഭുതമായ കരം ചലിച്ച ദിവസമാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുക. എല്ലാ മേഖലകളിലും വർധനവിനായി ഇവർ വർദ്ധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഒരു പുതിയ അഭിഷേകത്തിന്റെ നിറവിൽ, പുതിയൊരു ഉറവയുടെ നിറവിൽ, പുതിയൊരു അത്ഭുതത്തിന്റെ നിറവിൽ തമ്പുരാൻ ഇവരെ മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഈ ദിവസങ്ങളിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കട്ടെ. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നു, ആമേ, ദൈവവചനത്തിന്റെ ശക്തി ആമേ ഈ പകലിൽ വെളിപ്പെടുകയാ. ഊമനെ സംസാരിക്കാനാക്കിയത് ദൈവത്തിന്റെ ശക്തിയാണെങ്കിൽ കർത്താവെ, ഞങ്ങളെ ഞങ്ങളുടെ തലയെ നിവർത്തി നിർത്തുന്നത് ദൈവരാജ്യത്തിന്റെ ശക്തിയാ. അത് ഞങ്ങളുടെ മേൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സകല മേഖലകളിലും ഇവർ വർദ്ധിക്കട്ടെ, ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി മാറട്ടെ, ഇവരുടെ തലമുറകളും ഒരു അനുഗ്രഹമാകട്ടെ. അത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ലോർഡ്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാം.